അയ്യോ, ഞാൻ ഓഡിബിൾ ആണോ? ഐ ഹോപ്പ് സോ. ഓഡിബിൾ അല്ലേ? ഓക്കെ ഓക്കെ, ഫൈൻ ഫൈൻ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ലൈക്ക് ടു ഗിവ് എ വാം വെൽക്കം ടു ഓൾ ഓഫ് യു. നമ്മളിന്നൊരു സ്മാർട്ടിൻ്റെ ഫൗണ്ടേഷൻ എന്ന നേതൃത്വത്തിൽ നമ്മളൊരു 5 ഡേ റിസർച്ച് വർക്ക്ഷോപ്പ് നമ്മൾ ഓർഗനൈസ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ 5 ഡേ വർക്ക്ഷോപ്പ് എന്തുകൊണ്ട് സിഗ്നിഫിക്കൻ്റ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ തിങ്ക് നമുക്കിവിടെ MSW സ്റ്റുഡൻസ് ഉണ്ട്, BSW സ്റ്റുഡൻസ് ഉണ്ട്, ദെൻ ഫർദർ PhD സ്കോളേഴ്സ്, അതായത് ഭാവിയിൽ PhD ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സെഷനിലോട്ട് പോകുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു മേഖലയിലോട്ട് പോകുമ്പോൾ തന്നെ റിസർച്ചിനെ കുറിച്ച് ഒരു നോളജ് നമുക്കൊരു ഇനിഷ്യൽ ലെവൽ തന്നെ കിട്ടുക എന്നുള്ളത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഓൾറെഡി ഐ തിങ്ക് നിങ്ങളൊക്കെ പല യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നവരാകും, പല കോളേജുകൾക്ക് പഠിക്കുന്നവരാകും. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ ഒരു 4th സെമസ്റ്ററൊക്കെ ആകുമ്പോഴാണ് റിസർച്ച് ഉള്ളത്. അപ്പോൾ ഒരു ബാക്കപ്പ് എന്ന രീതിയിൽ ഇപ്പം തന്നെ റിസർച്ചിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ടൈമിലാണ് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷൻ്റെ ഇനിഷ്യേറ്റീവിൽ ഒരു റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാം എന്ന രീതിയിൽ ഒരു പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റായിട്ട് മുമ്പോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പ് നമുക്ക് എങ്ങനെ, നമ്മൾ ഈ വരുന്ന 5 ഡേയ്സ് നമുക്കിത് എങ്ങനെ യൂസ്ഫുൾ ആവാം, ഏതൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ്, അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ മേഖലയിൽ ഇതിൻ്റെ സ്കോപ്പുള്ള ആകും എന്നൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആണ് ഇവിടെ തരാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് നമുക്ക് പറയുന്നുണ്ടായിട്ട്, നമ്മൾ ഈ 5 ഡേയിൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ വളരെ വാസ്റ്റാണ്. ബട്ട് നമ്മൾ ഈ 5 ഡേയ്സിൽ നിങ്ങൾക്ക് റിസർച്ചിനെ കുറിച്ച്, നിങ്ങൾക്ക് വരാൻ പോകുന്ന PG ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രോജക്റ്റ് ആയിക്കോട്ടെ, ആ ഒരു ടൈമിൽ 5 ഡേയ്സ് കൊണ്ട് ഒരു റിസർച്ചിനെ കുറിച്ചൊരു ബേസിക് ഐഡിയ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം എന്നൊരു നോളജ് ഇതിൽ നിന്ന് കിട്ടുമെന്ന് നമുക്ക് 10% ഷുവറാണ്. കാര്യം ഈ റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പ് ഹാൻഡിൽ ചെയ്യുന്നത് നമുക്ക് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള, നമുക്ക് വളരെ എന്താ പറയുക, വളരെ വലിയ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺസ് ഒക്കെയാണ് വരുന്നത്. എസ്പെഷ്യലി നമ്മുടെ ഇന്ത്യയിലെ തന്നെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ, 5 ദിവസം തന്നെയാണെന്നുണ്ടെങ്കിലും ഇന്ത്യയുടെ വിവിധ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്ന റിസർച്ച് സ്കോളേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഹാൻഡിൽ ചെയ്യുന്ന സാറ്, അദ്ദേഹം വളരെ വലിയ റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പോൾ ഒരുപാട് എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒരുപാട് നോളജ്ഫുൾ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് നമുക്ക് ഈ ക്ലാസ് എടുക്കാനായിട്ട് വരുന്നത്. ഈ ക്ലാസ്സിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തഡോളജിയാണ്. അതായത് റിസർച്ച് മെത്തഡോളജിനെ കുറിച്ചൊരു ബ്രീഫ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ, എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, ഏതൊക്കെയായിരിക്കാം മോഡൽസ്, അങ്ങനെ അതേപോലെ തന്നെ നമുക്കറിയാമല്ലോ ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡാണ് ക്വാളിറ്റേറ്റീവ് മെത്തഡ്. ഈ റിസർച്ചിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ 5 ഡേയ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇന്ന് തന്നെ ആദ്യമായിട്ട് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്താണ് എന്ന് ഒരു ബ്രീഫ് ആയിട്ടുള്ള, അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ നമ്മുടെ സിബിൻ ആന്റണി സാറ് നമുക്ക് തരുന്നതാണ്. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഡേയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസർച്ച് ഡിസൈൻ ആൻഡ് പ്ലാനിങ്ങിനെ കുറിച്ചാണ് പോകുന്നത്. അപ്പോൾ റിസർച്ചിലോട്ട് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റിസർച്ചിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് വളരെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാതെ റിസർച്ച് ഡിസൈൻ എന്ന് പറയുന്നത് ബ്ലൂ പ്രിന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ റിസർച്ച് ഡിസൈൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓക്കെ, എന്നെല്ലാം അങ്ങോട്ട് ഫുള്ളോട്ട് നമുക്ക് സെറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് അതിനുള്ളൊരു എല്ലാം നമുക്ക് ഉറപ്പിച്ചു തരാം. അപ്പോൾ റിസർച്ച് ഡിസൈനെ കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള, അല്ലെങ്കിൽ മനസ്സിലാക്കാനായിട്ട് ഒരു ക്ലാസ് തരാനായിട്ട് പോകുന്നത് നിബു ടോംസ് മേനനാണ്. അദ്ദേഹം 35 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ഇപ്പോൾ PhD സ്കോളറാണ്. അതേപോലെ തന്നെ റിസർച്ചിനെ കുറിച്ചൊക്കെ നല്ല ഡീപ്പ് ആയിട്ടുള്ള നോളജ് ഉള്ള ഒരു വ്യക്തി കൂടിയാണ്. അടുത്ത തേർഡ് ഡേയിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ റിസർച്ച് ഡേറ്റ കളക്ഷൻ മെത്തേഡാണ്. ഇപ്പോൾ ഡേറ്റ കളക്ഷൻ മെത്തേഡ് ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, പിന്നെ മിക്സഡ് മെത്തഡോളജി. ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാം, അതിൻ്റെ ഡിഫറൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതിൻ്റെ ചാലഞ്ചസ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എങ്ങനെയാണ്, അതൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ റിസർച്ച് ചെയ്യുമ്പോഴത്തേക്കും ക്വാണ്ടിറ്റേറ്റീവ് ആയാലും ക്വാളിറ്റേറ്റീവ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ഫീൽഡിലോട്ട് പോകണം. നിങ്ങൾ നിങ്ങളുടെ റെസ്പോൺസിലേക്ക് മീറ്റ് ചെയ്യണം. അപ്പം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ടൂൾസ് ഏതൊക്കെയാണ്, അതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നും ആ സെഷനിൽ നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അത് ആ ഒരു സെഷൻ എടുക്കാനായിട്ട് പോകുന്നത് പ്രിയാസ് ദേവ് ആണ്. അദ്ദേഹം റിസർച്ച് സ്കോളറാണ്, ഫെലോഷിപ്പ് ഒക്കെ ഉള്ള UGC ഫെലോഷിപ്പ് ഉള്ള റിസർച്ച് സ്കോളറാണ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഭാരതാസ് യൂണിവേഴ്സിറ്റിയിലാണ് അവർ PhD ചെയ്യുന്നത്. സോ ആ സെഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. അടുത്തത് തേർഡ് ഡേ, നമ്മൾ 4th ഡേയിലോട്ട് പോകുമ്പോഴത്തേക്കും ഡേറ്റ അനാലൈസ് ആൻഡ് ടെക്നിക്സ്, അതായത് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്സ്റ്റ് ഉണ്ട്. പാരാമെട്രിക് ടെസ്റ്റ്, നോൺ പാരാമെട്രിക് ടെസ്റ്റ്, SPS എങ്ങനെ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ വേറെ ഏതൊക്കെ സോഫ്റ്റ്വെയർ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്, ആ രീതിയിലുള്ള നോളജ് ഒക്കെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, നിങ്ങൾക്ക് ലഭിക്കും. അത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിലെ PhD സ്കോളറായ മുഹമ്മദ് മൻസൂർ അഹമ്മദ് ആയിരിക്കും ആ സെഷൻ ഹാൻഡിൽ ചെയ്യുക. അപ്പോൾ അദ്ദേഹം ഒരുപാട് പബ്ലിക്കേഷൻസ് അതുപോലെ തന്നെ SPS നല്ല നോളജ് ഉള്ള ഒരു വ്യക്തിയാണ്.
സോ ടെസ്റ്റിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് വൈഡായിട്ടുള്ള നോളജ്, ഏതൊക്കെ ടെസ്റ്റ് എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നൊരു നോളജ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ലാസ്റ്റ് 5th ഡേയിൽ നിങ്ങൾക്കുള്ളത് റൈറ്റിംഗ് റിസൾട്ട് പ്രൊപ്പോസൽ ആൻഡ് റിപ്പോർട്ട്. ആ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രൊപ്പോസൽ എന്ന് പറയുന്ന റിസർച്ച് പ്രൊപ്പോസൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ റിസർച്ചിന്റെ ആദ്യത്തെ ഇനിഷ്യൽ ലെവലിൽ നമ്മൾ പ്രൊപ്പോസൽ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ഒരു പ്രൊപ്പോസൽ എഴുതുന്നത്, അത് നോട്ടുള്ള MSW ഫ്യൂച്ചർ റിസർച്ച് എഴുതുന്നത്, ഇപ്പോൾ PhD ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കൂടി എങ്ങനെ നമുക്ക് റിസർച്ച് പ്രൊപ്പോസൽ വൃത്തിയായിട്ട് എഴുതാം, അല്ലെങ്കിൽ അതിന്റെ സ്കെൽട്ടൺ എന്താണ്, അതിൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയാണ്, പിന്നെ അതിനുശേഷം റിപ്പോർട്ട് ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ആ ഒരു രീതിയിൽ എങ്ങനെയാണ് നമ്മളൊരു വൃത്തിയായിട്ടൊരു സയന്റിഫിക്കും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിലും ഹൗ ക്യാൻ യു റൈറ്റ് എ റിപ്പോർട്ട്, ആ ഒരു സെഷനും നമുക്ക് ലാസ്റ്റ് ഇയർ ഉണ്ടാവും. സോ ഇങ്ങനെയാണ് റിസർച്ചിന്റെ A to Z വരെ നമ്മൾ 5 സെഷൻ കൊണ്ട് തുടക്കം മുതൽ അതിന്റെ ഒരു അവസാനം വരെ വളരെ 1.5 hour നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ പിന്നെ അടുത്ത ആ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു സെഷനിൽ അവരോട് ഇന്ററാക്ട് ചെയ്യാനുള്ള ടൈം ഉണ്ടാവും. നിങ്ങൾക്ക് ഏത് ഡൗട്ട് ആണോ അല്ലെങ്കിൽ ഏതൊക്കെ മെയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്, ഇപ്പോൾ എക്സ്പീരിയൻസിന്റെ ആയിക്കോട്ടെ, എക്സ്പീരിയൻസിന്റെ സർവീസുകൾ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനെ ആ ഏതെങ്കിലും ഒക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് അവരോട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ അതൊക്കെയാണ് നമ്മുടെ 5 days റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരുന്ന സെഷനിലൂടെയും വരുന്ന ടൈമിലൂടെയൊക്കെ നിങ്ങൾക്ക് കോർഡിനേറ്റേഴ്സിനൊക്കെ ബന്ധപ്പെടാവുന്നതാണ്. സോ ഐ ഹോപ്പ് ഇനി നിങ്ങൾക്ക് നമ്മൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്താൽ നല്ല രീതിയിൽ ബെനിഫിറ്റ് ആവും. നിങ്ങളുടെ PG ഡിസർട്ടേഷൻ ടൈമിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഭാവിയിലുള്ള ഫ്യൂച്ചറുള്ള PhD സ്കോളേഴ്സ് അവരുടെ പ്രൊപ്പോസൽ എന്ന ടൈം ആയിക്കോട്ടെ, അഫ്കോഴ്സ് ഇറ്റ് വിൽ ബി ബെനിഫിറ്റ് ഫോർ us. സോ ഗൈസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സാർ. അടുത്തായി നമ്മുടെ ഇന്നത്തെ സെഷൻ എടുക്കാൻ പോകുന്ന മിസ്റ്റർ സിബിൻ ആന്റണിയെ നമുക്ക് ഒഫീഷ്യലായി പരിചയപ്പെടുത്തുവാനായി മിസ് കാതറിൻ തെരേസയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ റിസോഴ്സ് പേഴ്സൺ ആയിട്ട് നമുക്ക് ഇന്ന് 1ാം ദിവസം ലഭിച്ചിരിക്കുന്നത് ശ്രീ സിബിൻ ആന്റണി MV സാറാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം MSW ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ്. കൂടാതെ തന്നെ PSC കേരളത്തിലെ ഹയർ സെക്കൻഡറി സ്കൂൾ സോഷ്യൽ വർക്ക് അധ്യാപകർക്ക് വേണ്ടി നടത്തിയ പരീക്ഷയിലും അദ്ദേഹത്തിന് 1ാം റാങ്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അധ്യാപകൻ കൂടിയാണ്. ഇപ്പോൾ അദ്ദേഹം ഹയർ സെക്കൻഡറിയിൽ സോഷ്യൽ വർക്ക് അധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റിസർച്ചിന്റെ മേഖലയിലും അദ്ദേഹത്തിന് ധാരാളം എക്സ്പീരിയൻസ് ഉണ്ട്. കൂടാതെ അദ്ദേഹം ഒരു ട്രെയിനറും കൂടിയാണ്. അപ്പൊ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഏറ്റവും അനുയോജ്യനായ ഒരു റിസോഴ്സ് പേഴ്സണെ തന്നെയാണ് നമ്മുടെ 5 ദിവസത്തെ റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പിൽ നമുക്ക് 1ാം ദിവസം ലഭിച്ചിരിക്കുന്നത്. അതിന് സാറിനോട് ഒത്തിരിയധികം നന്ദി പറയുകയാണ് സ്മാർട്ട് ഇന്ത്യ ഫൗണ്ടേഷന്റെ പേരിൽ. അതോടൊപ്പം തന്നെ ശ്രീ രാഹുൽ നമുക്ക് 1ാം ദിവസം എന്തൊക്കെയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഒന്നും കൂടി പറയുകയാണ്. മെയിനായിട്ട് നമ്മുടെ സിബിൻ സാർ ഇന്ന് ഹാൻഡിൽ ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് മെത്തഡോളജിയും അതിൽ സബ് പോയിന്റ്സ് ആയിട്ട് വരുന്നത് ഡെഫിനിഷൻ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് റിസർച്ച് ഇൻ സോഷ്യൽ വർക്ക്, ടൈപ്സ് ഓഫ് റിസർച്ച്, അതിൽ ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്, ക്വാളിറ്റേറ്റീവ് ഉണ്ട്, മിക്സ് ആൻഡ് മെത്തേഡ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഓവർവ്യൂ ഓഫ് റിസർച്ച് പ്രോസസ്സും അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നതായിരിക്കും. സാർ ഏറെ സ്നേഹത്തോടെ സാറിന് ഈ ഒരു റിസർച്ച് മെത്തഡോളജി വർക്ക്ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു മാം. സ്റ്റാർട്ട് ചെയ്തോ? പറയാനുണ്ടോ? ഇല്ല സാർ, സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. അപ്പോ താങ്ക് യു കാത്രിൻ, താങ്ക് യു രൺദീപ്, താങ്ക് യു രാഹുൽ. ഞാൻ പറയുന്ന എല്ലാവർക്കും കേൾക്കാവോ? ഓഡിബിൾ? അപ്പോ രാഹുൽ പറഞ്ഞത് നമ്മൾ ഈ 5 ദിവസം കൊണ്ട് റിസർച്ചിന്റെ A to Z പഠിക്കുമെന്നാണ്. അപ്പൊ അതിൽ ABCD പഠിപ്പിക്കാനാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. ഓക്കെ. ഞാൻ എന്റെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. ഇതില് BSW കൈവക്കി ഒന്ന് റൈസ് ചെയ്തേ, ഹാൻഡ് റൈസ് ചെയ്തേ. BSW പഠിക്കുന്ന ആൾക്കാര് ഓക്കെ, കുറെ പേരുണ്ട്. ഓക്കെ, താങ്ക് യു. കൂടുതലും BSW ഇനി MSW പഠിക്കുന്നവരൊന്ന് കൈവക്കിയേ. ശരി, ഇപ്പൊ കൈവക്കുന്നത് MSW അല്ലേ? ശരി, വെരി ഗുഡ്, താങ്ക് യു. കൈതാപ്പിക്കോ. ഇനി അടുത്തത് കൈവക്കേണ്ടത് റിസർച്ചിനെ കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആൾക്കാരെന്ന് കൈവക്കി. ശരി,
ഞാൻ പഠിപ്പിക്കുന്നത് +2 കുട്ടികളാണ്. അവർക്ക് പോലും റിസർച്ച് ഉണ്ട്, +2കാർക്ക് പോലും റിസർച്ച് ഉണ്ട്, സോഷ്യൽ വർക്കിൽ അവർക്ക് റിസർച്ച് ഉണ്ട്. അപ്പോൾ റിസർച്ചിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത് ഒരു 15 വയസ്സുകാരൻ എങ്ങനെ പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ 16 വയസ്സുകാരന് ഡാഡിക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ റിസർച്ചിനെ അപ്രോച്ച് ചെയ്യാൻ. ഓക്കെ അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈപൊക്കാം. നിങ്ങൾ കൈപൊക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ, ഇപ്പൊ പൊക്കിയ കൈയൊക്കെ താത്തിക്കോ. കൈ പൊക്കി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ സംശയത്തിന് ഒരു നിവാരണം നടത്തിയിട്ടേ മുന്നോട്ട് പോവുകയുള്ളൂ. ഓക്കെ, ശരി. അപ്പോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായി റിസർച്ച് എന്താന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കണം. സോഷ്യൽ വർക്കിന്റെ 6 മെത്തേഡുകളിൽ ഒന്നായിട്ട് നമ്മൾ കൂട്ടിയേക്കുന്നത് സോഷ്യൽ വർക്ക് റിസർച്ചിനെയാണ്. എന്താണ് റിസർച്ച്, എന്തിനെയാണ് റിസർച്ച് എന്ന് വിളിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നമ്മൾ റിസർച്ച് ചെയ്യുന്നത്, ഈ ഒരു ഐഡിയ എങ്ങനെ മനസ്സിലാക്കി കൊണ്ടുവരണം. നമ്മുടെ സോഷ്യൽ വർക്കിന്റെ കുറെ തിയറികൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സോഷ്യൽ കേസ് വർക്കിലും ഗ്രൂപ്പ് വർക്കിലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലൊക്കെ കുറെ തിയറികളും മെത്തേഡുകളും എല്ലാം നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ സൈക്കോളജിയുടെ കുറെ തിയറികളുണ്ട്, സോഷ്യോളജിയുടെ തിയറികളുണ്ട്, ആന്ത്രപ്പോളജിയുടെ തിയറികളുണ്ട്. ഇങ്ങനെ പല തിയറികളും നമ്മൾ സോഷ്യൽ വർക്കിന്റെ ഭാഗമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. ഈ തിയറികളൊക്കെ ഉണ്ടാക്കിയേക്കുന്നത് റിസർച്ച് മുഖാന്തരമാണ്. നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്ത കുറെ സോഷ്യൽ റിയാലിറ്റീസ് അല്ലെ, സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നമ്മൾ കുറച്ചുകൂടി കൂലങ്കഷമായിട്ട് കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തിയറികൾ അതിനെ സംബന്ധിച്ച് ഉണ്ടാക്കാൻ പറ്റും. ഈ തിയറികളെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് വാലിഡേറ്റ് ചെയ്ത് ആ തിയറികൾ 1-2 സ്ഥലങ്ങളിൽ, ഒന്നിലധികം സ്ഥലങ്ങളിൽ റിപ്ലിക്കേറ്റ് ചെയ്യാൻ, നമുക്ക് ആവർത്തിക്കാൻ നമുക്ക് പറ്റുമ്പോൾ നമുക്ക് ആ തിയറിയെ ഔദ്യോഗികമായിട്ട് അംഗീകരിക്കാം. ഇങ്ങനെയാണ് നമ്മുടെ ഏത് സോഷ്യൽ സയൻസ് സബ്ജക്റ്റുകളിലും ബോഡി ഓഫ് നോളജ് അഥവാ അറിവുണ്ടാകുന്നത് റിസർച്ചിലൂടെയാണ്. അപ്പോ അറിവിന് വേണ്ടി ചെയ്യുന്ന റിസർച്ച് വെറുതെ ചെയ്താൽ പോരാ, അതിന് പ്രത്യേകമായിട്ട് ഒരു സ്ട്രക്ചറും ഒരു സിസ്റ്റവും ഒരു അനുവർത്തിക്കേണ്ട ഒരു മാതൃകയും ഫോളോ ചെയ്യേണ്ട കുറെ റൂൾസും എല്ലാം ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമുക്ക് എങ്ങനെ റിസർച്ച് ചെയ്യാന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഈ 5 ദിവസം ചിന്തിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന പല കാര്യങ്ങളും ഇത് തേങ്ങയാണെന്നും ഇത് എവിടെ കൊണ്ടുപോയി നമ്മൾ ഉപയോഗിക്കണമെന്നും പഠിപ്പിക്കുക എന്നുള്ളതാണ്, ഒരു ചെറിയൊരു ഇൻട്രഡക്ഷൻ തരിക എന്നുള്ളതാണ് ഈ ഒരു സെഷന്റെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമ്മൾ വെറുതെ ഞാൻ റിസർച്ചിന്റെ പ്രോസസ്സും ടൈപ്സ് ഓഫ് റിസർച്ചും ഒക്കെ പറയുന്നതിന് പകരമായി ഞാനൊരു റിസർച്ച് എടുത്ത് ഒരു MSW സ്റ്റുഡന്റ് ചെയ്തൊരു റിസർച്ച് എടുത്ത് നിങ്ങളെ കാണിച്ചു തരും. എന്നിട്ട് ആ റിസർച്ചിനെ നമ്മളൊന്ന് അനലൈസ് ചെയ്തിട്ട് എന്താണ് ഈ റിസർച്ച് എന്നും നമ്മൾ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് പഠിക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഷെയർ ചെയ്യാണ് എൻ്റെ സ്ക്രീൻ. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാമോ? കാണാം സാർ, കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോ ഓക്കെ, ഇതുകൊണ്ടേ ഇതാണ് ഒരു റിസർച്ചിന്റെ ചാപ്റ്ററുകൾ എന്ന് പറയുന്നത്. നമുക്കൊരു റിസർച്ച് തീസിസിന് ഇത്രയും ഭാഗങ്ങളുണ്ട്. മൊത്തം 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം റിസർച്ചിന്. ആ റിസർച്ചിന് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് ഉണ്ടാവും, ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ഉണ്ടാവും, റിസർച്ച് മെത്തഡോളജി ഉണ്ടാവും, അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടാവും, ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ് ആൻഡ് കൺക്ലൂഷൻ എന്ന് പറയുന്ന ഒരു 4ാമത്തെ ചാപ്റ്റർ, അല്ലെങ്കിൽ ചിലപ്പോൾ കൺക്ലൂഷൻ ചിലപ്പോൾ 5ാമത്തെ ചാപ്റ്റർ ആയിട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഒരു ബിബ്ലിയോഗ്രഫി ഉണ്ടാവും, അപ്പൻഡിക്സ് ഉണ്ടാവും. ഇതാണ് ഒരു റിസർച്ച് തീസിസിന്റെ സ്ട്രക്ചർ. നിങ്ങളൊരു സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ടൈപ്പ് ചെയ്ത് പ്രസന്റ് ചെയ്യുന്നതിനെയാണ് റിസർച്ച് തീസിസ് എന്ന് പറയുന്നത്. അപ്പോൾ റിസർച്ച് തീസിസിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള തിയറി പാർട്ട് മൊത്തം ഈ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കും. പിന്നെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണെന്ന് ഞാൻ പറയാം. റിസർച്ച് മെത്തഡോളജിയാണ് നേരത്തെ രാഹുൽ പറഞ്ഞതുപോലെ നമ്മുടെ റിസർച്ചിന്റെ ഒരു സ്കെൽറ്റൻ, അതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് എന്ന് പറയാം. നമ്മൾ എന്താണ് ചെയ്തതെന്നും എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും ഈ സ്റ്റഡി എങ്ങനെയാണ് നടത്തിയെന്നുള്ളതിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആയിരിക്കും ഈ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ 3ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റിസർച്ച് മെത്തഡോളജി. അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ നമ്മൾ വെച്ച് നമ്മൾ നടത്തുന്ന വ്യാഖ്യാനങ്ങളാണ്. പിന്നെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ, നമ്മൾ സ്റ്റഡിയിൽ നിന്ന് നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങളുടെ പുറത്ത് നമ്മൾ നടത്തുന്ന നിർദ്ദേശങ്ങൾ, നമ്മുടെ നിഗമനങ്ങൾ, പിന്നെ നമ്മുടെ കൺക്ലൂഷൻ, നമ്മുടെ സമാപനം. ഇത്രയാണ് ലാസ്റ്റ് ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ
നമ്മൾ റെഫർ ചെയ്ത പുസ്തകങ്ങളുടെയും ജേർണലുകളുടെയും എല്ലാം റെഫറൻസ് കൊടുക്കുന്നത് ബിബ്ലിയോഗ്രഫിയിലാണ്. നമ്മുടെ റെഫറൻസുകളാണ് ബിബ്ലിയോഗ്രഫി. അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ടൂളാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് അതിന്റെ എല്ലാം ഒരു സാമ്പിൾ അവിടെ കൊടുത്തിരിക്കണം. ഇത്രയാണ് ഒരു റിസർച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? എല്ലാം ക്ലിയർ ആയോ? റിസർച്ചിൽ എന്തൊക്കെയാണ് ഉള്ളത്, റിസർച്ച് തീസിസിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലായല്ലോ? ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പോ നിങ്ങളിപ്പോ BSW 4th സെമസ്റ്ററിൽ അല്ലെ ലാസ്റ്റ് സെമസ്റ്ററിൽ പഠിക്കുന്നു, അല്ലെ MSW ലാസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നു. ടീച്ചർ നിങ്ങളോട് പറയുകയാണ് ഒരു റിസർച്ച് പേപ്പർ ഉണ്ട്, റിസർച്ച് നിങ്ങൾ ചെയ്തേ പറ്റൂ. അപ്പൊ ഒരു റിസർച്ച് ടോപ്പിക്കുമായിട്ട് വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഒരു നല്ല ടോപ്പിക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ടോപ്പിക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ കുട്ടികൾ ചെയ്യുന്ന വളരെ ഈസി പരിപാടിയാണ്. ചാറ്റ് ജിപിടിയോട് പോയി ചോദിക്കും, എനിക്ക് പറ്റിയ ഒരു 5 ടോപ്പിക്ക് സജസ്റ്റ് ചെയ്ത് തരാൻ പറയുമ്പോൾ ചാറ്റ് ജിപിടി 5 സജസ്റ്റ് ചെയ്യും, അതിൽ തുറന്നെടുക്കും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. റിസർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങളുടെ ലൈബ്രറി, കോളേജ് ലൈബ്രറിയോ അല്ലെങ്കിൽ അടുത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു കോളേജിന്റെയോ യൂണിവേഴ്സിറ്റി ലൈബ്രറി പോയിട്ട് ആൾക്കാർ ചെയ്തേക്കുന്ന റിസർച്ചുകൾ ഇങ്ങനെ ഒന്ന് മറച്ചു നോക്കുക. അപ്പൊ എന്തൊക്കെ ടോപ്പിക്കുകളിലാണ് സാധാരണ അവർ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ സോഷ്യൽ വർക്കിലെ റിസർച്ചുകളൊക്കെ ഏത് ടോപ്പിക്കുകളിലാണ് സാധാരണ വരുന്നത്, ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത് ഏത് ടോപ്പിക്കിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ജേർണലുകൾ മറച്ചു നോക്കിയാലും മതി. ഇതുപോലെ വെബ്സൈറ്റുകൾ കുറെ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. റിസർച്ചുകൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റുകൾ പരിചയപ്പെടാൻ പറ്റും. അപ്പൊ അങ്ങനെ കുറെ റിസർച്ചുകളൊക്കെ ഇങ്ങനെ വെറുതെ ഒന്ന് പരതി പോകുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ആരൊക്കെ എന്തൊക്കെ കാര്യങ്ങളിലാണ് സാധാരണയായി റിസർച്ച് ചെയ്യാറുള്ളത്. ഇപ്പോ ഈ വർഷത്തെ റിസർച്ചുകളൊക്കെ കൂടുതൽ ഏത് ടോപ്പിക്കുകളിലാണ് വരുന്നത്? ഉദാഹരണമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിലെ ആളുകളുടെ മാനസിക വ്യവഹാരങ്ങളെ കുറിച്ച് ഇഷ്ടംപോലെ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. കുട്ടികളിൽ വന്ന അക്കാദമിക് മാറ്റങ്ങളെ കുറിച്ച് കുറെ സ്റ്റഡീസ് വന്നിട്ടുണ്ട്. പിന്നെ കുടുംബ ബന്ധങ്ങളിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സ്റ്റഡീസ് വന്നിട്ടുണ്ട്. കുടുംബത്തിന്റെ സ്ട്രക്ചറിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് സ്റ്റഡീസ് കുറെ വന്നിട്ടുണ്ട്. അങ്ങനെ പല ഏരിയയിൽ സ്റ്റഡികൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച എന്തെങ്കിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം, നിങ്ങളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് റിസർച്ച് നടക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം. ഈ അടുത്തൊരു എന്റെ പഴയ ഒരു വിദ്യാർത്ഥി, ഡിഗ്രി വിദ്യാർത്ഥി എന്റെ അടുത്ത് വന്നു. അവൻ പറഞ്ഞാണ്, സാർ എനിക്ക് ആനിമേസ് കുട്ടികളുടെ സ്വഭാവത്തെ എങ്ങനെ, ജാപ്പനീസ് ആനിമേസ് കുട്ടികളുടെ സ്വഭാവത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് പഠിക്കണം. അവൻ അത്യാവശ്യം പോർട്ട് സ്കൂളിൽ പഠിച്ചിട്ട് വന്ന പയ്യനാണ്. അപ്പോ നമ്മുടെ എറണാകുളത്തൊക്കെയുള്ള അത്യാവശ്യം സൊഫിസ്റ്റിക്കേറ്റഡ് സ്കൂളുകളിലെ കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ജാപ്പനീസ് ആനിമേസ് ആണ്. ഒരുതരം കാർട്ടൂണുകളാണ് ഈ ആനിമേ എന്ന് പറയുന്നത്. കുട്ടികൾ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു മാസ് മീഡിയ പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ അത് തീർച്ചയായിട്ടും കുട്ടികളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നുണ്ട്. അവനതിനെ കുറിച്ച് സ്റ്റഡി നടത്താൻ ആഗ്രഹിക്കുന്നു. അപ്പൊ അവന്റെ ഗൈഡിനോട് പോയി പറഞ്ഞപ്പോ ഗൈഡിന് മനസ്സിലായില്ല ഈ ആനിമേ എന്താണ്. ഓക്കെ, അപ്പോഴാണ് അവൻ സങ്കടപ്പെട്ട് എൻ്റെ അടുത്ത് വന്നത്. എന്തായാലും അവൻ ഞാൻ വളരെയധികം പ്രോത്സാഹിപ്പിച്ചു. അത് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിസർച്ച് ടോപ്പിക്കാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിസർച്ച് ടോപ്പിക് നിങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ നമ്മൾ 3 ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കണം. ഒന്ന്, ഈ റിസർച്ച് കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവും, എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് പഠിക്കാൻ പറ്റും. 2, എന്റെ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും ഈ റിസർച്ച് കൊണ്ട്. 3, എന്റെ യൂണിവേഴ്സിറ്റി ഇത് അംഗീകരിക്കും. ഓക്കെ, എക്സാക്ട്ലി പറ്റും. വെരി ഗുഡ്, വളരെ ശരിയാണ്. അപ്പൊ ഈ 3 ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. ഒന്ന്, ഇതുകൊണ്ട് എനിക്ക് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ടോപ്പിക് ആണെങ്കിൽ മാത്രമേ റിസർച്ച് ചെയ്യാനായിട്ട് എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, എനിക്ക് വളരെ താല്പര്യം വേണം അല്ലെ, അവസാനം വരെ കൊണ്ടുപോകട്ടെ, അല്ലെങ്കിൽ ആർക്കാണ്ടും വേണ്ടി ഓർഗാനിച്ച് വെക്കേണ്ട കാര്യമല്ല. വളരെ പേഴ്സണൽ ആയിട്ട് വളരെ ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് റിസർച്ച്. 2, ഈ നാടിന് എന്തെങ്കിലും ഗുണം ഉണ്ടാവും. അപ്പൊ നിങ്ങളുടെ BSW MSW പ്രോജക്റ്റ് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. അതിന്റെ ക്വാളിറ്റി ഒക്കെ വളരെ ശുഷ്കമായിരിക്കും, നമുക്കറിയാം, നമ്മൾ ചെയ്ത് പഠിക്കുന്നതാണ്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം നമ്മൾ MSWക്കാരും BSWക്കാരും ചിന്തിക്കേണ്ടത്, ഇത് ചെയ്തുകൊണ്ട് എനിക്ക് റിസർച്ച് പഠിക്കാൻ പറ്റും, എങ്കിലും എനിക്ക് PhDക്ക് പോവാം, ഡോക്ടറേറ്റിന് പോവാം, ഈ നാടിന് ഗുണമുള്ള എന്തെങ്കിലും ഒരു നല്ല റിസർച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ വളരെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, എന്റെ ഗൈഡും എന്റെ യൂണിവേഴ്സിറ്റിയും അല്ലെങ്കിൽ എന്റെ കോളേജ് ഈ സമയം അംഗീകരിക്കും. ഈ 3 കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾ റിസർച്ച് ടോപ്പിക്കായിട്ട് നിങ്ങൾക്ക് സ്വീകരിക്കാം. അപ്പൊ റിസർച്ച് ടോപ്പിക്കായിട്ട് സ്വീകരിച്ച് കഴിയുമ്പോൾ ആൾക്കാർ നിങ്ങളോട് ചോദിക്കുന്ന പ്രധാന ചോദ്യം, എന്തിന് ഈ റിസർച്ച് ടോപ്പിക് എടുക്കും? ഇത് നിങ്ങളുടെ ഗൈഡ് മുതൽ
നിങ്ങൾ വൈവ വോയിസിന് പോയിരിക്കുന്ന നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വരുന്ന എക്സ്റ്റേണൽ എക്സാമിനർ വരെ ചോദിക്കാൻ പോകുന്ന ആദ്യത്തെ ചോദ്യമായിരിക്കും എന്തിന് ഈ ടോപ്പിക് എടുത്തു. അതിന് കൃത്യമായിട്ടൊരു ഉത്തരം നിങ്ങൾക്ക് വേണം. ഓക്കെ, അതിനെയാണ് നമ്മൾ പറയുന്നത് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി. മനസ്സിലായോ? എന്തിന് ഈ ടോപ്പിക് എടുത്തു എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡി എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു പ്രൊജക്ട് ഒക്കെ ചെയ്തിട്ട് പോയിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും നിങ്ങളുടെ പ്രൊജക്റ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ അപ്പൊ അവർ തീരുമാനിക്കും ഇത് വെറും കോപ്പി അടിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കുന്ന ഒരു പ്രൊജക്റ്റ് ആണ്, അല്ലെങ്കിൽ എയുടെ സഹായത്തോടുകൂടി മാത്രം ചെയ്തൊരു സാധനമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോ നമ്മൾ ടോപ്പിക് തീരുമാനിക്കുന്നു, പിന്നെ കൃത്യമായിട്ട് നമ്മൾ എന്തിനീ ടോപ്പിക് എടുത്തു എന്ന് നമ്മൾ തീരുമാനിക്കുന്നു, അത് കൃത്യമായിട്ട് പറയാനായിട്ട് നമ്മൾ പഠിക്കുന്നു, അത് കൃത്യമായിട്ട് എഴുതി വെക്കുന്നു. നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന 3ാമത്തെ ചാപ്റ്ററിലെ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് റെഡിയായി. ഒന്ന് ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡിയും സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റഡിയും നിങ്ങൾക്ക് റെഡിയായി. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ റിസർച്ച് തുടങ്ങേണ്ടത്. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു 3rd ചാപ്റ്റർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് 3rd ചാപ്റ്റർ. അതിൽ ടൈറ്റിൽ ഓഫ് ദ സ്റ്റഡി, ഇത് എൻ്റെ ഒരു സ്റ്റുഡന്റ് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഗൈഡ് ചെയ്ത ഒരു പ്രോജക്റ്റ്. അപ്പോ ഞാൻ 2 കോളേജ് അധ്യാപകനായിരുന്നു കുറെ വർഷം. അപ്പോ സ്റ്റഡി ഓൺ സെൽഫ് എസ്റ്റീം ഓഫ് HIV/AIDS ഇൻഫെക്റ്റഡ് ആൻഡ് അഫക്റ്റഡ് ചിൽഡ്രൻ വിത്ത് റെഫറൻസ് ടു കോയമ്പത്തൂർ ഡിസ്ട്രിക്ട്. ഞാൻ കോയമ്പത്തൂർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു സ്റ്റുഡന്റ് ചെയ്തൊരു പ്രോജക്റ്റ് ആണ്. അതായത് HIV/AIDS ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള അഫക്റ്റഡ് ആയിട്ടുള്ള 2 തരം കുട്ടികൾ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും. ഇൻഫെക്റ്റഡ് എന്ന് പറഞ്ഞാൽ HIV പോസിറ്റീവ് ആയിട്ടുള്ള കുട്ടികൾ. അഫക്റ്റഡ് എന്ന് പറയുന്നത് അവർ പോസിറ്റീവ് ആണെന്ന് നിർബന്ധമില്ല, പക്ഷെ അവരുടെ മാതാപിതാക്കൾക്ക് HIV പോസിറ്റീവ് ആണെങ്കിൽ അവരെ അഫക്റ്റ് ആവും, അവരെ ബാധിക്കപ്പെടും പെട്ട കുട്ടികൾ. ഇവരുടെയൊക്കെ സെൽഫ് എസ്റ്റീം, സ്വാഭിമാനം അല്ലെങ്കിൽ സ്വയാവബോധം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് ഈ സ്റ്റഡി. അപ്പോ ഒരു ടോപ്പിക് കൊടുത്തേക്ക് നോക്കി, എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ആരുടെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ചാണ് പഠിക്കുന്നത്? ആരെ കുറിച്ചാണ് പഠിക്കുന്നത്? HIV/AIDS ബാധിച്ച ഇൻഫെക്റ്റഡ് ആയ കുട്ടികൾ. എവിടെയാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നത്? കോയമ്പത്തൂർ ഡിസ്ട്രിക്റ്റിൽ. ഇത് 3 ഉത്തരവായി. എന്താണ് പഠിക്കുന്നത്, ആരെ കുറിച്ചാണ് പഠിക്കുന്നത്, എവിടെയാണ് പഠിക്കുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് റിസർച്ചുകളിൽ എവിടെയാണെന്നുള്ളത് നമ്മൾ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ ഒരു അഭിപ്രായം ഞാൻ കേൾക്കുകയായിരുന്നു. എന്തായാലും ഈ 3 കാര്യങ്ങൾ നമ്മളുടെ ടൈറ്റിൽ ഓഫ് സ്റ്റഡിയിൽ വരും. നിങ്ങളുടെ റിസർച്ച് എന്റെ അടുത്ത് ഒരു റിസർച്ച് ടോപ്പിക് കൊണ്ടുപോയി ചെല്ലുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം നിങ്ങളുടെ പഠിക്കാനുള്ള ഒരു വിഷയം. ഇതൊരു സെൽഫ് എസ്റ്റീം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ് ഇവിടെ സ്റ്റഡി നടത്തുന്നത്. അപ്പൊ സെൽഫ് എസ്റ്റീം എന്താണെന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഗഹനമായിട്ട് നമ്മൾ തിയറി പാർട്ടിൽ എഴുതി വെക്കേണ്ടത്. പിന്നെ HIV/AIDS ഇൻഫെക്റ്റഡ് അഫക്റ്റഡ് ചിൽഡ്രൻ ആരാണെന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കേണ്ടി വരും. പിന്നെ എന്തുകൊണ്ട് ഈ പ്രത്യേക സ്ഥലത്ത് നമ്മൾ പഠിക്കാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതും നമ്മൾ പ്രത്യേകമായിട്ട് എഴുതി വെക്കേണ്ടി വരും. ഓക്കെ, ഇനി നമുക്ക് ഈ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞത് റിസർച്ച് മെത്തഡോളജിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന്റെ ഈ തേർഡ് ചാപ്റ്ററിന് നമ്മൾ നോക്കുകയാണ്. ഇതാണ് റിസർച്ച് മെത്തഡോളജി. അപ്പോ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ വെറുതെ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ റിസർച്ച് പ്രോബ്ലം. ഈ റിസർച്ച് പ്രോബ്ലം നമ്മൾ നടത്തുന്ന ടൈറ്റിൽ ഉണ്ടല്ലോ, അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോ ഇവിടെ HIV/AIDSനെ കുറിച്ചുള്ള പല മിത്തുകളും ഉണ്ട്. ഈ ഇൻഫെക്റ്റഡ് ആയിട്ട് ആൾക്കാരെ വളരെ മോശമായിട്ടാണ് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്, സോഷ്യൽ സ്റ്റിഗ്മെന്റ് എന്ന് പറഞ്ഞു വെക്കുന്നു. പിന്നെ ഫാമിലിയെ അഫക്ട് ചെയ്യുന്നു, പിന്നെ കമ്മ്യൂണിറ്റി അവർ ഒറ്റപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നാക്കോ കുറച്ച് റിസൾട്ട് അനുസരിച്ച് ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നു. അപ്പൊ ഇത്തരം ഈ കോണ്ടെക്സ്റ്റിൽ റിസർച്ചർ ശ്രമിക്കുന്നത് HIV/AIDS ഇൻഫെക്ഷൻ ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ HIV അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെ സെൽഫ് എസ്റ്റീമിനെ ഈ പറയുന്ന സാമൂഹ്യമായ കാഴ്ചപ്പാട് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ റിസർച്ച് നടത്താൻ നോക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോ പിന്നെ സ്കോപ്പ് ഓഫ് ദി സ്റ്റഡി എന്ന് പറയുന്നത് എന്തിനാണ് ഈ റിസർച്ച് നടത്തിയിട്ടുള്ള ഗുണം എന്താണ് സമൂഹത്തിന്, ഇതും റിസർച്ചർ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ സ്റ്റഡി ഈ ടോപ്പിക്കിൽ നടത്തി കഴിഞ്ഞാൽ അത് ഇഷ്ടംപോലെ ഡേറ്റ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് അവരുള്ള സമീപനത്തിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നു. അതിനുശേഷം റിസർച്ച് ഡിസൈൻ പറഞ്ഞു. ഓക്കെ, എന്ത് റിസർച്ച് ഡിസൈൻ ആണ് ഇവിടെ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു നോക്കുന്നു. അപ്പോൾ ഈ റിസർച്ച് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ
ടോപ്പിക്കിലേക്ക് നമ്മൾ കടക്കുന്നത്. ഞാൻ എന്ത് തരം റിസർച്ച് ആണ് ചെയ്യേണ്ടത്? ഞാൻ ഡേറ്റ കളക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസും അഭിപ്രായങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെയാണ് അതിൽ കൂടുതൽ വരേണ്ടത്. അല്ലെങ്കിൽ ഞാൻ വെറുതെ ഒബ്ജക്റ്റീവായിട്ട് നിന്നുകൊണ്ട് ഈ ഒബ്സർവ് ചെയ്യുന്ന ഫിനോമിനയെ എന്താണോ അത് അങ്ങനെ തന്നെ പറഞ്ഞു വെക്കുകയാണോ ചെയ്യേണ്ടത്? വളരെ സബ്ജക്റ്റീവായിട്ടാണോ ഇതിനെ ഇടപെടേണ്ടത് അഥവാ ഒബ്ജക്റ്റീവായിട്ടാണോ ഇടപെടേണ്ടത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണോ നമ്മൾ നടത്തേണ്ടത്, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണോ നമ്മൾ നടത്തേണ്ടതിന്റെ ഒരു ഉത്തരത്തിലേക്ക് നമ്മൾ വരുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചും ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും തമ്മിൽ വ്യത്യാസം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഒരു PPT ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആ PPTയിൽ നമുക്ക് ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും തമ്മിൽ വ്യത്യാസം നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ പോട്ടെ. ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. റിസർച്ച് മെത്തഡോളജികൾ 2 തരമുണ്ട്: ക്വാണ്ടിറ്റേറ്റീവ് മെത്തഡോളജിയും ക്വാളിറ്റേറ്റീവ് മെത്തഡോളജിയും. ഇതില് ക്വാളിറ്റേറ്റീവ് മെത്തഡോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒബ്സർവേഷനും നമ്മളുടെ വിശദീകരണങ്ങളും, നമ്മളൊരു കാര്യം നോക്കി നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, വളരെ സബ്ജക്റ്റീവായിട്ട് നമ്മൾ എഴുതി വെക്കുന്ന കാര്യങ്ങൾ, ഇതാണ് ഈ ക്വാളിറ്റേറ്റീവ് മെത്തഡോളജിയിൽ വളരെ പ്രധാനമായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ക്വാളിറ്റിയാണ് പ്രധാനം. അതായത് ഒരു കാര്യത്തെ HIV AIDS ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. അപ്പോ വെറുതെ കുറച്ച് ഡേറ്റ മാത്രം നമുക്ക് കിട്ടിയാൽ പോരാ. ഓരോ വ്യക്തിയെ കുറിച്ചും വളരെ ആഴത്തിൽ നമ്മൾ പഠിച്ച് ഓരോ വ്യക്തിയുടെയും മനോവികാരങ്ങളെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ നമ്മൾ അവരുമായിട്ട് വളരെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്തേണ്ടി വരും. ചിലപ്പോൾ കുറെ പേരൊക്കെ ഇരുത്തിയിട്ട് നമ്മൾ ഒരു മീറ്റിംഗ് നടത്തി, ഡിസ്കഷൻ നടത്തി പല കാര്യങ്ങളും ഇൻസൈറ്റ് എടുക്കേണ്ടി വരും. അപ്പോ അവിടെ കുറച്ച് ഡേറ്റ മാത്രം നമുക്ക് പോരാ, നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് കുറച്ച് ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ വേണം. അപ്പൊ എന്താണ് ഈ ഡേറ്റ നമ്മൾ കേൾക്കുന്ന സാധനത്തെ എന്താണ് നമ്മൾ ഒന്ന് പെട്ടെന്ന് നമുക്ക് പറയാം. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ഡേറ്റ എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു ക്വാളിറ്റേറ്റീവ് റിസർച്ചില് ഡേറ്റ മാത്രം പോരാ, നമുക്ക് അതിനപ്പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഈ ഡേറ്റ എന്ന് പറയുന്ന സാധനം എന്താ? അത് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ഇൻഫോർമേഷൻ പകുതി ഉത്തരമായിട്ടുള്ളൂ. ഡേറ്റ എന്ന് നിങ്ങൾ പറയുന്നത്, റിസർച്ചിൽ ഡേറ്റ എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആണ്, ശരിയാണ് നിങ്ങളുടെ ഉത്തരം, പക്ഷെ പകുതി ഉത്തരമായിട്ടുള്ളൂ. ഒരു പകുതി കൂടി ഉണ്ട്. എന്താണ് ഈ ഡേറ്റ? റെസ്പോൺസുകൾ നമുക്ക് ഓക്കെ, അത് ഡേറ്റ ആയിട്ട് വരാം. ഞാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. ലീവ്ഡ് എക്സ്പീരിയൻസ് തന്നെയാണെന്ന് നിർബന്ധമില്ല, കേസ് ലിസ്റ്റ് മാത്രമാണെന്ന് നിർബന്ധമില്ല ഡേറ്റ. എന്നാലും ഞാൻ പറഞ്ഞു തരാം, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചോ. ഇൻഫർമേഷൻ എക്സ്പ്രസ്ഡ് in terms of numbers is called data. Analyze and classified. Okay, ഞാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യാനാണ്. അതായത് ഇൻഫർമേഷനെ നമ്പറുകളായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ഡേറ്റ എന്ന് വിളിക്കുന്നത്, അല്ലെ? ഇപ്പോ ഉദാഹരണമായിട്ട് പരസ്യങ്ങൾ നിങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഉത്തരം പറയുന്നത് ഒരു 5 point സ്കെയിലായിട്ടായിരിക്കും അവർ ഉത്തരം പറയുന്നത്. വളരെയധികം സ്വാധീനിക്കുന്നു, അഭിപ്രായമില്ല, സ്വാധീനിക്കുന്നില്ല, ഒട്ടും തന്നെ സ്വാധീനിക്കുന്നില്ല. അങ്ങനെ ഒരു 5 point സ്കെയിലിൽ അവർ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിക്കുക. വളരെയധികം സ്വാധീനിക്കുന്നു, ഉത്തരം അറിയില്ല അല്ലെങ്കിൽ ഉത്തരമില്ല, സ്വാധീനിക്കുന്നില്ല, ഒട്ടും സ്വാധീനിക്കുന്നില്ല. അപ്പൊ ഈ 5 റെസ്പോൺസുകളെ നമ്മൾ എടുത്തിട്ട് ഈ 5 റെസ്പോൺസുകൾക്ക് ഓരോ നമ്പർ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഡേറ്റ എന്ന് പറയുന്നത്. വളരെയധികം സ്വാധീനിക്കുന്നതിന് നമ്മൾ 5 മാർക്ക് കൊടുക്കും, സ്വാധീനിക്കുന്നു 4 മാർക്ക്, അഭിപ്രായമില്ല 3 മാർക്ക്, സ്വാധീനിക്കുന്നില്ല 2 മാർക്ക്, ഒട്ടും സ്വാധീനിക്കുന്നില്ല 1 മാർക്ക്. ഇപ്പൊ നമ്മൾ ആ ഇൻഫർമേഷനെ നമ്പർ ആക്കി മാറ്റി. ഈ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസും ഇന്റർപ്രിട്ടേഷനും കണക്കും കുന്തം കുടച്ചക്കം എല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പേരാണ് ഡേറ്റ. കാര്യം മനസ്സിലായല്ലോ? ഇൻഫർമേഷൻ എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ ടേം ഈസ് കോൾഡ് ഡേറ്റ. ഇതാണ് നമ്മൾ ഡേറ്റ എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോ ഇനി ക്വാളിറ്റേറ്റീവ് റിസർച്ചിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. അപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ഇൻഫർമേഷൻ മാത്രം പോരാ, നമുക്ക് കുറച്ചും കൂടി ഇൻസൈറ്റ് വേണം, കുറച്ചും കൂടി ആഴത്തിലുള്ള ഒരു വീക്ഷണം നമുക്ക് അവിടെ ആവശ്യമുണ്ട്. എന്നിട്ട് നമ്മളുടെ ആളുകളെ കോണ്ടസ്റ്റ് ഇൻക്വയറി ആർ നോട്ട്
contrived, they are natural, nothing is predefined or taken for granted. അതായത് നേരത്തെ തയ്യാറാക്കി വെക്കുന്ന ഒരു ക്വസ്റ്റ്യനെയർ ഉപയോഗിച്ച് ഒരു കൂട്ടം ക്വസ്റ്റ്യൻസ് ഉപയോഗിച്ച് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് അത് പറഞ്ഞു വെക്കുക മാത്രമല്ല നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ കുറച്ചും കൂടി ഇന്ററാക്റ്റീവായി ആൾക്കാരോട് സംസാരിച്ച് ആൾക്കാരുടെ ഇൻഫർമേഷനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവ് നേടുമ്പോൾ അതാണ് നമ്മൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡുകൾ പലതരമുണ്ട്. അപ്പൊ നമുക്ക് അറിയാവുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡുകളിൽ കുറച്ച് എക്സാമ്പിൾ പറയാം. എത്തനോഗ്രഫി എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. അതായത് അതൊരു ആന്ത്രപ്പോളജി എന്ന് വരുന്ന ഒരു അപ്രോച്ച് ആണ്. ഇപ്പൊ റിസർച്ചർ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്നു കുറച്ചാണ്. എന്നിട്ട് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരുടെ ജീവിതചര്യകളും റുട്ടീനുകളും എല്ലാം ഒബ്സർവ് ചെയ്ത് അവർ ചെയ്യുന്ന ജോലികളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് അവരുടെ വട്ടപ്പാട്ടുകളിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഈ റിസർച്ച് നടക്കുന്ന ഒബ്സർവേഷൻസ് അയാളുടെ അനുഭവങ്ങൾ അയാൾ കുറിച്ചു വെക്കും. അതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. എത്തനോഗ്രഫി എന്നാണ് ആ മെത്തേഡിന്റെ പേര്. മറ്റൊരു മെത്തേഡാണ് ഗ്രൗണ്ടഡ് തിയറി എന്ന് പറയും. അതായത് ആദ്യം ഗ്രൗണ്ടഡ് തിയറി എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ തിയറി ഒന്നും ഉണ്ടാക്കാതെ പതിയെ ഇന്ററാക്ഷനിലൂടെ കുറെ കാര്യങ്ങൾ അനുഭവങ്ങൾ നേടിയെടുത്ത് ആ അനുഭവങ്ങൾ പതിയെ ഒരു ഡേറ്റയാക്കി മാറ്റി അവസാനം ഒരു ഗ്രൗണ്ടഡ് ഡേറ്റയെ കൊണ്ട് ഒരു തിയറി പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് ഗ്രൗണ്ടഡ് തിയറി അപ്രോച്ച് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് ഫിനോമിനോളജി എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതായത് ഒരു സംഭവത്തെ കുറിച്ച്, ഫിനോമിന എന്ന് പറഞ്ഞാൽ നടന്ന സംഭവം അല്ലെ, ഈ നടന്ന സംഭവത്തെ കുറിച്ച് ആൾക്കാർ പലരുടെ അഭിപ്രായങ്ങൾ എടുത്ത് അവരെല്ലാവരും ഈ സംഭവത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അവരുടെ വാൻറ്റേജ് പോയിന്റ്, വ്യൂ പോയിന്റ് എന്താണെന്ന് നമ്മൾ നോക്കിക്കാണുന്നു. എന്നിട്ട് പലരുടെ അഭിപ്രായങ്ങൾ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആ ഒരു നടന്ന സംഭവത്തെ കുറിച്ച് നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. അത് ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. പിന്നെ കേസ് സ്റ്റഡി, നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് കേസ് സ്റ്റഡി. എന്ത് ചെയ്യും? നമ്മൾ ഒരാളെ ഒരു കേസ് ആക്കി എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ, ഒരു വ്യക്തിയെ ഒരു കേസ് ആക്കി എടുത്തുകൊണ്ട് ആ വ്യക്തിയെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അയാളുടെ കേസ് ഹിസ്റ്ററി തൊട്ട് ചരിത്രം തൊട്ട് ചകഞ്ഞ് വന്ന് അയാളെ കുറിച്ച് എത്രമാത്രം നമുക്ക് പഠിക്കാൻ പറ്റുമോ അത്രമാത്രം നമ്മൾ പഠിക്കുക. അല്ലെങ്കിൽ ഒരു രോഗത്തെ കുറിച്ച് കേസ് സ്റ്റഡി നടത്താം. ഇന്നൊരു രോഗത്തിന്റെ ഉത്ഭവം, അതിന്റെ കാരണങ്ങൾ, കാര്യകാരണ എല്ലാം പഠിച്ച് അതെന്ത് റിസൾട്ട് ഉണ്ടാക്കുന്നു, അങ്ങനെ രോഗത്തെ കുറിച്ച് ഡീപ്പായിട്ട് പോയി നമുക്ക് കേസ് സ്റ്റഡി നടത്താം. നിങ്ങൾ ഈ കേസ് സ്റ്റഡി എന്നുള്ളത് നിങ്ങളുടെ സോഷ്യൽ കേസ് വർക്കിൽ നിങ്ങൾ കുറെ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. അതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് കേസ് സ്റ്റഡി. നരേറ്റീവ് അനാലിസിസ് ഉണ്ട്. ഒരു ഇവന്റിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് അതിൽ വരുന്ന ഓരോ കാര്യങ്ങളും പതിയെ എഴുതി വെച്ച് നമ്മളുടെ ഈ പല നെഗറ്റീവുകൾ ഒരുമിച്ച് കൂട്ടി അതിൽ നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കി എടുക്കാം. അതൊരു ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. പിന്നെ സാധാരണ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടൂൾ എന്ന് പറയുന്നത് ഇന്റർവ്യൂകളാണ്. ആൾക്കാരോട് ചോദ്യം ചോദിക്കുക, സംസാരിക്കുക, കാഷ്വലായിട്ട് സംസാരിക്കുക, സ്ട്രക്ചർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്തുക, സെമി സ്ട്രക്ചേർഡ് അല്ലെങ്കിൽ അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇന്റർവ്യൂ നടത്തുക, ചോദ്യം ചോദിക്കുക, ആൾക്കാരുടെ റെസ്പോൺസ് കൃത്യമായിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ അതില് നമ്മള് ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പോകുമ്പോൾ നടന്ന കാര്യം എന്തെന്നുള്ളതിനേക്കാളും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് അത് അവരെങ്ങനെ ഫീൽ ചെയ്തു, എങ്ങനെ അവരെ അഫക്ട് ചെയ്തു എന്നുള്ളതായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും കേട്ടോ. അപ്പൊ അതിലാണ് ഈ ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. ഗ്രൂപ്പായിട്ട് ഇരുത്തിക്കൊണ്ട് ആൾക്കാരോട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞ് പരസ്പരം ചർച്ച ചെയ്ത് ഓരോരുത്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ ചോദിച്ച് മറുപടി പറഞ്ഞ് തർക്കിച്ച് അങ്ങനെയൊക്കെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഒരു വിഷയത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. ഇതൊരു ക്വാളിറ്റേറ്റീവ് ടൂളാണ്. മറ്റൊന്നാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രവർത്തനത്തിൽ നമ്മൾ തന്നെ അതിന്റെ പങ്കാളിയായി, ഭാഗവക്കായി, അതിനിടയിൽ കൂടി ഇപ്പൊ നമ്മൾ ഇത്രേ ഉള്ളൂ, കുട്ടികളെ കൊണ്ട് നമ്മൾ കളിക്കാൻ പോകും, ഫുട്ബോൾ കളിക്കുന്നു കുട്ടികൾ, അതിന്റെ ഇടയ്ക്ക് നമ്മളും പോയി അവരുടെ ടീമിൽ നിന്ന് കളിക്കുന്നു. അങ്ങനെ കളിക്കുന്നതിന്റെ ഇടയ്ക്ക് ഓരോ കുട്ടികൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുമല്ലോ. അതിൽ ആരാണ് പെട്ടെന്ന് ചൂടാകുന്നത്, ആരാണ് പാസ് കൊടുക്കാത്ത സോർട്ടനായിട്ടുള്ള ആള്, ആരാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്നത്, ആരാണ് ഉഴപ്പൻ, ഇതെല്ലാം നമുക്ക് അതിന് മനസ്സിലാവുമല്ലോ. അപ്പൊ നമ്മളും കളിച്ചുകൊണ്ട് കൂടെയുള്ള ടീം മെമ്പേഴ്സിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. അതുപോലെയുള്ളൂ ഈ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. നമ്മളും അതിന്റെ ഭാഗമാക്കായിക്കൊണ്ട് ഈ നമ്മൾ എന്തിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അതിൽ കൂടുതൽ ഒബ്സർവ് ചെയ്യും. ഓക്കെ, പിന്നെ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അതായത് നമ്മളിപ്പോ
ഒരു സാധനം, ഒരു കണ്ടന്റ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നത് ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ്. ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ സിനിമയെ വളരെ ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യില്ല, അതൊരു തരം കണ്ടന്റ് അനാലിസിസ് ആണ്. അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമുക്ക് കിട്ടുന്ന ഒരു ബുക്ക് ആയിരിക്കാം, ഒരു ആർട്ടിക്കിൾ ആയിരിക്കാം, ഒരു പടമായിരിക്കാം, അല്ലെങ്കിൽ പഴയൊരു താളിയോലയായിരിക്കാം. അതൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടന്റ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ക്വാളിറ്റേറ്റീവ് മെത്തേഡുകൾ, പ്രധാനപ്പെട്ട ക്വാളിറ്റേറ്റീവ് മെത്തേഡുകൾ. എത്നോഗ്രഫി എന്ന് നേരത്തെ പറഞ്ഞത് നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ കൾച്ചറിൽ നമ്മൾ അതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഒബ്സർവേഷനുകളിലൂടെയും ഇന്റർവ്യൂയിലൂടെയും അതിനെക്കുറിച്ച് പഠിക്കുന്ന ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് എത്നോഗ്രഫി. അതിൽ സാമ്പിൾ സൈസ് ഒന്നും പ്രധാനപ്പെട്ടതല്ല, നമുക്ക് ഇഷ്ടം പോലെ തീരുമാനിക്കാം. ചിലപ്പോൾ 1 ആയിരിക്കാം, 2 ആയിരിക്കാം, 3 ആയിരിക്കാം, അത് നമുക്ക് തീരുമാനിക്കാം. ഇനി നരേറ്റീവ് മെത്തേഡ്, അവസാനം പഠിച്ച കാര്യമാണ് നരേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസും ഓരോ ഇൻഡിവിജ്വലും അവരെ ഒരു കാര്യത്തെ നറേറ്റ് ചെയ്യുമല്ലോ, വിവരിക്കുമല്ലോ. ആ വിവരണങ്ങൾ നമ്മൾ രേഖപ്പെടുത്തി നമ്മൾ ഓരോ ആളുകളുടെ കഥകൾ, അവരുടെ ഡോക്യുമെന്റ്സ്, അവരുടെ രേഖകൾ, എത്രയില്ലേ, ഇതാണ് രേഖ എന്ന് പറയില്ലേ, ആൾക്കാരുടെ കയ്യിലെ രേഖകളും അവരുടെ കഥകളും നമ്മൾ ശേഖരിച്ചുകൊണ്ട് 1-2 പേരുടെ നടത്തുന്ന സ്റ്റഡിയാണ് ഈ നരേറ്റീവ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫിനോമിനോളജി എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ യഥാർത്ഥ നടന്ന ഒരു സംഭവം, അതിനെ ആളുകൾ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തെന്നുള്ളത് അവരുടെ ഇന്റർവ്യൂവിലൂടെ ഒരേ സംഭവത്തെ പല ആൾക്കാർ എങ്ങനെ കാണുന്നു നമ്മൾ പഠിക്കുന്നതിനെയാണ് ഫിനോമിനോളജി എന്ന് പറയുന്നത്. അത് 5 മുതൽ 25 വരെയൊക്കെ സാധാരണ നമ്മൾ സാമ്പിൾ സൈസ് പോകാറുണ്ട്. ഗ്രൗണ്ടഡ് തിയറി നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ഫീൽഡിൽ നമ്മൾ ഇടപെട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റയിൽ നിന്ന് നമ്മൾ അവസാനം ഒരു തിയറിയിലേക്ക് വരുന്നു. അപ്പൊ നമ്മൾ ചിലപ്പോൾ ഒരു 10, 20 തൊട്ട് 60 വരെയുള്ള ആളുകളോട് നമ്മൾ ഇന്റർവ്യൂ നടത്തുന്നു. ചിലപ്പോൾ ഓപ്പൺ ആക്സിയൽ കോഡിങ് നടത്തുന്നു. ആക്സിയൽ കോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കോഡ് ഉപയോഗിച്ച് രേഖപ്പെടുത്തി പോകുന്നു. അങ്ങനെയാണ് ആക്സിയൽ കോഡ് എന്ന് പറയുന്നത്. കേസ് സ്റ്റഡി നടത്താറുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഓർഗനൈസേഷനോ വ്യക്തിയോ ഇവന്റോ ഒരു രോഗമോ ഒരു പ്രത്യേക സാധനത്തെ കുറിച്ച് നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നു, ഇന്റർവ്യൂ നടത്തുന്നു, ഡോക്യുമെന്റുകൾ പരിശോധിക്കുന്നു, റിപ്പോർട്ടുകൾ പരിശോധിക്കുന്നു, നമ്മൾ തന്നെ ഒബ്സർവ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ് കേസ് സ്റ്റഡി നടത്തുന്നത്. അപ്പോ ക്വാളിറ്റേറ്റീവ് മെത്തേഡിലെ പ്രധാനപ്പെട്ട 5 തരം മെത്തേഡുകൾ മനസ്സിലായോ? എത്നോഗ്രഫി, നരേറ്റീവ് മെത്തേഡ്, ഫിനോമിനോളജി, ഗ്രൗണ്ടഡ് തിയറി, കേസ് സ്റ്റഡി. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമ്മൾ ക്വാളിറ്റേറ്റീവിനെ കുറിച്ച് നമ്മൾ അത്യാവശ്യം പഠിച്ചു. ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡോടുള്ള ഗുണമുണ്ട്. ഒന്ന്, നമുക്ക് ഉള്ളിൽ നിന്ന് തന്നെ ഒരു കാര്യം പഠിക്കാൻ പറ്റും. പുറമെ നോക്കിക്കൊണ്ട് പോകുന്നതിനേക്കാളും ഉള്ളിൽ കയറി അല്ലെ, ഗാലറിയിൽ നിന്ന് കളി കാണുന്നതും ഗ്രൗണ്ട് ലെവലിൽ കളിക്കുന്നതും തമ്മിലെ വ്യത്യാസമാണ് ഈ ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് തമ്മിലുള്ളത്. നമ്മൾ ഒരു സ്ഥലത്തിന്റെ ഭാഗമായിട്ടൊരു കാര്യത്തെ ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടിയൊക്കെ നമുക്ക് ഇമോഷണൽ ആയിട്ട് അതിനെ സമീപിക്കാനും കുറച്ചും കൂടി എമ്പത്തറ്റിക് ആയിട്ട് അതിനെ കാണാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ. പിന്നെ ആളുകൾ തമ്മിലുള്ള ബന്ധം, ഇനി ഒരു നടന്ന ഒരു കാര്യത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ, അതിന്റെ എഫക്ട്, പിന്നെ അതിൽ നടക്കുന്ന ബന്ധങ്ങളുടെ ഡൈനാമിക് പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ ചേഞ്ചിങ് ആയിട്ടുള്ള ഫാസ്റ്റ് പേസിൽ നടന്നു പോകുന്ന എല്ലാം കൃത്യമായിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ ക്വാളിറ്റേറ്റീവ് മെത്തേഡിൽ പറ്റും. പിന്നെ കുറച്ചുകൂടിയൊക്കെ ഒരു മാനുഷിക മൂല്യങ്ങൾ കൊടുക്കും ഈ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ സൊസൈറ്റി നമ്മൾ എന്തെങ്കിലും പറഞ്ഞു വെച്ച് പോവാതെ അതിൽ ഇൻവോൾവ് ചെയ്ത് നമ്മൾ കുറച്ചുകൂടി ആത്മബന്ധമുള്ള സ്റ്റഡി ആയിട്ട് നമ്മുടെ റിസർച്ചിനെ മാറ്റി ക്വാളിറ്റേറ്റീവ് മെത്തേഡ് സഹായിക്കും. അതുകൊണ്ടാണ് മോഡേൺ റിസർച്ചുകളെല്ലാം ക്വാളിറ്റേറ്റീവ് ആസ്പെക്ടുകൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം PhD ലെവലിൽ നടക്കുന്ന കുറെ റിസർച്ചുകൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഇപ്പൊ ക്വാളിറ്റേറ്റീവ് റിസർച്ചുകൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ടാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് കുറച്ചുകൂടിയൊക്കെ ഒരു മാനുഷിക മൂല്യങ്ങളിലുള്ള കുറച്ചുകൂടിയൊക്കെ ഒരു ഫ്ലഷ് ആൻഡ് ബ്ലഡ്, ഒരു ചോരയും നീളമുള്ള റിസർച്ച് ആണെന്ന് പറയാം. ഓക്കെ, ശരി. ചില കുഴപ്പമെന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ വാലിഡിറ്റി റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വലിയ പാടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിസർച്ച് റെപ്ലിക്കേറ്റ് ചെയ്താലേ അത് റിസർച്ച് ആയിട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്ഥലത്ത് പഠിച്ച കാര്യം വേറെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയായിരിക്കും. യൂണിവേഴ്സാലിറ്റി എന്ന് പറയും. എങ്കിൽ മാത്രമേ നമുക്ക് തിയറി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മളൊരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് നടത്തിയ സ്ഥലത്ത് പഠിച്ച കാര്യം വേറെ സ്ഥലത്ത് കൊണ്ട് അത് റിപ്ലിക്കേറ്റ് ചെയ്യാൻ ഒന്നും കൂടി റിസൾട്ട് കിട്ടാനായിട്ട് പാടും. പിന്നെ അതാണ് ഈ പ്രശ്നം. കാരണം നമ്മൾ പോകുന്ന ഈ കോണ്ടെക്സ്റ്റുകൾ, സിറ്റുവേഷൻ, ഇവന്റ്സ്, കണ്ടീഷൻ, ഇന്ററാക്ഷൻ, ഇതൊന്നും വേറെ സ്ഥലത്ത് കൊണ്ട് റിപ്ലിക്കേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അത് ജനറലൈസേഷൻസ് ഉണ്ടാക്കിയെടുക്കാൻ ഇത്തിരി പാടാണ്. പിന്നെ ടൈം കൺസ്യൂമിങ്, സമയം നന്നായിട്ട് എടുക്കും.
അപ്പൊ നിങ്ങൾ ഒരു ക്വാളിറ്റേറ്റീവ് റിസർച്ച് 3 വർഷം തീരുമെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്തായാലും ഒരു 5 വർഷം വ്യത്യാസം. ടേസ്റ്റ് റിസർച്ചുകളുടെ കാര്യം പറയുന്നത്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് 5 വർഷം എടുക്കുമെങ്കിൽ ഇതൊരു 8 വർഷം കൊണ്ട് എടുക്കും. അപ്പൊ ഇത്രയും ടൈം കൺസ്യൂമിംഗ് ആണ്. സാർ ആ ശരി ശരി. എന്റെ ഡേറ്റയിൽ ഒരു ചെറിയൊരു പ്രശ്നം വന്നതാണ് കേട്ടോ. നെറ്റ്വർക്കിൽ ഒരു പ്രശ്നം വന്നതാണ്. ഓക്കെ, ഞാൻ എവിടെ വെച്ചാണ് കട്ടായി പോയത്? ഞാൻ പറഞ്ഞുകൊണ്ടേയിരുന്നു. ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ കുറിച്ച് റിസർച്ചിനെ കുറിച്ച് സംസാരിച്ചത് കംപ്ലീറ്റ് ആയോ നമ്മുടെ? അതിലൊന്ന് റെസ്പോണ്ട് ചെയ്യാവോ? ടൈം കൺസ്യൂം ആണെന്ന് പറഞ്ഞു. ഓക്കെ, അവിടം വരെയാണ് കേട്ടത് അല്ലേ? ഒരു മിനിറ്റ്. ശരി, ടൈം കൺസ്യൂം ആണ്, മിങ്ങാണ്. റിസർച്ചർ ഇവിടെ വളരെ പ്രധാനപ്പെട്ടതാണ്. അയാൾ അവിടെ എപ്പോഴും വേണം. പിന്നെ കോൺഫിഡൻഷ്യാലിറ്റിയുടെ പ്രശ്നമുണ്ട്. പിന്നെ നമ്മുടെ തന്നെ കുറച്ച് മുൻവിധികൾ ഇതിനെ ബാധിക്കാനായിട്ട്, സബ്ജക്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ മുൻവിധികൾ റിസർച്ചിനെ ബാധിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല വിവരമുള്ള ഒരു റിസർച്ചറിന് മാത്രമേ നല്ലൊരു ക്വാളിറ്റേറ്റീവ് സ്റ്റഡി നടത്താൻ പറ്റുള്ളൂ. ഇത്രയൊക്കെയാണ് അതിന്റെ ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ ഈ ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായോ എല്ലാവർക്കും? ക്വാളിറ്റേറ്റീവ് സ്റ്റഡി എന്താണെന്നുള്ളത് മനസ്സിലായോ? ഓക്കെ, അത്യാവശ്യം നമുക്ക് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലേക്ക് പോവാം. എന്തായാലും നിങ്ങൾ BSW MSW ഒക്കെ ചെയ്യാൻ പോകുന്നത് ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കില്ല. ഭൂരിഭാഗം എല്ലാവരും ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആയിരിക്കും. കാരണം റിസർച്ച് ചെയ്ത് പഠിക്കാൻ തുടങ്ങാൻ നല്ലത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണ്, ക്വാളിറ്റേറ്റീവ് റിസർച്ച് അല്ല. നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നല്ല ബോധം വേറെ ഉണ്ടെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്. അപ്പൊ നമുക്കിനി ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്താണെന്ന് നോക്കാം. അതായത് നമ്മൾ ഈ പറയുന്ന പോലെ നമ്മൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ് വളരെ ഒബ്ജക്റ്റീവായിട്ട് നിന്നുകൊണ്ട്, അതിന്റെ ഭാഗമായിട്ടല്ല, ഒരു പുറത്തുള്ള ഒരാളായിട്ട് നിന്നുകൊണ്ട് ഒരു സാമൂഹ്യ യാഥാർത്ഥ്യത്തെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മുടെ ഡേറ്റ ആക്കി മാറ്റി, നമ്പർ ആക്കി മാറ്റി, ആ നമ്പറിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും, സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു വെക്കുന്നതിനെയാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതില് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നോക്കാം. ഡേറ്റ ക്യാൻ ബി അനലൈസ്ഡ് ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്. നമ്മൾ കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ ഡേറ്റ ആക്കി മാറ്റി, നമ്പർ ആക്കി മാറ്റി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്ന റിസർച്ചിനെയാണ് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. അതനുസരിച്ച് നമുക്ക് നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഈ ഡേറ്റ അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യാൻ, വിശദീകരിക്കാൻ പറ്റും. അപ്പോ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും എല്ലാം ന്യൂമറിക് ഫോമിലായിരിക്കും, നമ്പർ ആയിട്ടായിരിക്കും. ഇനി പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്, നമുക്ക് വളരെ 1-2 പേരെ മാത്രം പഠിച്ച ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് നടക്കില്ല. അതിന് കൂടുതൽ ഡേറ്റ നമുക്ക് ആവശ്യമുണ്ട്. എത്രമാത്രം നമ്മുടെ ഡേറ്റ വലുതാവുന്നോ അത്രമാത്രം നമ്മുടെ റിസർച്ച് കുറച്ചുകൂടി കോംപ്രിഹെൻസീവ് ആകാനും സക്സസ്ഫുൾ ആകാനൊക്കെ ചാൻസ് കൂടും. പിന്നെ ഇതിന്റെ കുഴപ്പം എന്ന് വെച്ചാൽ സ്റ്റാറ്റിസ്റ്റിക്കൽ എറർ, നമ്മുടെ ഈ കണക്ക് കൂട്ടുന്നതിൽ മിസ്റ്റേക്കുകളും പെസക്കുകളൊക്കെ കടന്നുകൂടാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ റിസർച്ചിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ മിസ്യൂസ് ഓഫ് സാമ്പിളിംഗ് ആൻഡ് വെയിങ് ക്യാൻ അണ്ടർമൈൻ ദ ആക്യുറസി, വാലിഡിറ്റി, പ്രൊജക്റ്റബിലിറ്റി. നല്ല സാമ്പിളിംഗ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. സാമ്പിളിംഗ് എന്താണെന്നൊക്കെ നമുക്കിപ്പോ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിസർച്ച് ചെയ്യുന്ന കാര്യത്തിൽ വളരെ നല്ല കൺട്രോൾ വേണം. നമ്മൾ എന്താണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതൊക്കെ കൃത്യമായിട്ട് നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കണം. നേരത്തെ നമ്മൾ കണ്ടല്ലോ, ആളുകളുടെ സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നു. HIV AIDS ഇൻഫെക്റ്റഡ് അഫക്റ്റഡ് കുട്ടികളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ സ്റ്റഡിയിൽ വരുന്ന കാര്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ,
സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആയിരിക്കാം, പക്ഷെ നമ്മുടെ സ്റ്റഡിയിൽ അതിന് കൃത്യമായിട്ട് എന്താണ് ഡെഫിനിഷൻ എന്ന് നമ്മൾ പറഞ്ഞു വെക്കണം. അതിനെയാണ് ഓപ്പറേഷണൽ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടുള്ള ഒരു ഓപ്പറേഷണൽ ഡെഫിനിഷൻ നമുക്ക് വേണം. പിന്നെ നമുക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണം. ഈ സ്റ്റഡിയിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ വേറെ എവിടെ കൊണ്ടുപോയി ഇട്ടാലും അത് സത്യമായിരിക്കും. വേറൊരു സ്റ്റഡിയിൽ ഇതേ റിസൾട്ട് നമുക്ക് കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് സക്സസ്ഫുൾ ആയി നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ല പ്രിസിഷൻ, വളരെ ഷാർപ്പാണ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, കുറച്ചും കൂടി റിലയബിൾ ആണ്, നല്ല കൺട്രോൾ ഉള്ള കാര്യമാണ്. പിന്നെ ഈ കോസ് എഫക്ട് റിലേഷൻഷിപ്പ് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. ഈ കാരണവും അതിന്റെ കാരണവും പിന്നെ അതിലുണ്ടാകുന്ന പ്രത്യാഘാതവും ഇത് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും. കുറച്ചുകൂടിയൊക്കെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും, റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, ഇത് പിന്നെയും ആവർത്തിക്കാൻ പറ്റും. അങ്ങനെ വേറെ ഈ ഇതൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിനെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യന്റെ പെരുമാറ്റത്തെ കുറിച്ച് പഠിക്കാൻ പോകുമ്പോൾ വളരെ ഡൈനാമിക് ആണ്, കോംപ്ലക്സ് ആണ്. വെറും നമ്പറുകൾ വെച്ചുകൊണ്ടുള്ള കളി കൊണ്ട് നമുക്ക് എല്ലാം നടക്കുമോ? ഇല്ല, ലിമിറ്റഡ് ആണ് നമ്മുടെ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോ നമുക്ക് പലപ്പോഴും കുറെ ആളുകളുടെ ഫ്രീഡവും ചോയ്സും മോറൽ റെസ്പോൺസിബിലിറ്റി അങ്ങനെ പല കാര്യങ്ങളും വരും. ഇതൊന്നും നമ്മുടെ സ്റ്റഡിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. വളരെ ലിമിറ്റഡ് സ്കോപ്പേ ഉള്ളൂ ഈ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിന്. പലപ്പോഴും നമ്മൾ ഈ ക്വാണ്ടിഫൈ ചെയ്ത് ഇത്ര % ആൾക്കാർക്ക് ഇന്ന പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മളൊക്കെ പോക്കാം. അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുന്നില്ല. അതാണ് ക്വാണ്ടിഫിക്കേഷൻ അതിന്റെ തന്നെ ഒരു ലക്ഷ്യമായിട്ട് മാറുന്നതൊക്കെ പറയുന്നത്. ഓക്കെ, പിന്നെ ആളുകൾക്ക് അവരുടെ യുണീക്ക് എക്സ്പീരിയൻസ് എക്സ്പ്രസ് ചെയ്യാനോ അത് വിശദീകരിക്കാനുള്ള സ്കോപ്പ് നമുക്ക് കൊടുക്കുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ കുഴപ്പങ്ങൾ ക്വാളിറ്റേറ്റീവ് മെത്തേഡിനും ഉണ്ട്, കുറെ കുഴപ്പങ്ങൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനും ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ പിന്നെ കുറെ അസംഷൻസ് ഉണ്ട്. അസംഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അസ്യൂം ചെയ്യും, ഇങ്ങനെ ആയിരിക്കും എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ പോണ്ടി വരും. അതൊന്നും ശരിയാക്കുന്ന നിർബന്ധമില്ല. പിന്നെ വേരിയബിൾസ് കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ കുറച്ച് ടെക്നിക്കൽ ടൈം, നമ്മൾ അതിലേക്കൊന്നും പോകണ്ട. ഇപ്പൊ ഇതൊന്നും മനസ്സിലാക്കേണ്ട സമയമില്ല, നമ്മൾ ABC നിന്ന് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ വേരിയബിൾസ് കൺട്രോളിങ് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മൾ ടോട്ടലി ഒബ്ജക്റ്റീവ് ആയിട്ട് റിസർച്ച് നടത്താൻ പറ്റില്ല, പലപ്പോഴും സബ്ജക്ടിവിറ്റി കയറി വരും. പിന്നെ റിസർച്ച് ഫൈൻഡിങ്സിന് ലിമിറ്റേഷൻസും അങ്ങനെ കുറെ കുഴപ്പങ്ങളുണ്ട്. അപ്പൊ ഇത്ര മനസ്സിലാക്കുക, ക്വാളിറ്റേറ്റീവ് മെത്തേഡിന് അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളുണ്ട്, ടൈം കൺസ്യൂമിംഗ് ആണ്, ഈ പറഞ്ഞ സബ്ജക്റ്റീവ് ആയിരിക്കും. മറ്റേ ക്വാണ്ടിറ്റേറ്റീവിന് അതിൻ്റെതായിട്ടുള്ള കുഴപ്പമുണ്ട്, അതായത് ഡേറ്റ നല്ലതായിരിക്കണം, സാമ്പിൾ കൃത്യമായിട്ട് കിട്ടണം, പിന്നെ ഇൻഡെപ്ത് സ്റ്റഡി നമുക്ക് നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ആളുകൾ എപ്പോഴും ഈ മിക്സഡ് മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതായത് ക്വാളിറ്റേറ്റീവ് മെത്തേഡിന്റെയും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിന്റെയും എലമെന്റ്സ് കൂട്ടിച്ചേർത്തുകൊണ്ട് ആൾക്കാർ റിസർച്ച് നടത്തുന്നു. ഓക്കെ, അപ്പോൾ മോഡേൺ റിസർച്ചുകൾ ഭൂരിഭാഗം നടക്കുന്നത് മിക്സഡ് മെത്തഡോളജിയിലാണ്. നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച് കുറെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ക്വാളിറ്റേറ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച് കുറെ ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഈ ഡേറ്റയെ കമ്പയർ ചെയ്യുന്നു, അത് നമ്മൾ പൊരുത്തപ്പെടുത്തുന്നു, ഇത് കോംപ്ലിമെന്ററി ആണോ എന്ന് പരിശോധിക്കുന്നു, ഇത് കോൺട്രാഡിക്ടറി ആകുന്നില്ലെന്ന് നമ്മൾ ഉറപ്പുവരുത്തുന്നു. അങ്ങനെയൊക്കെയാണ് മോഡേൺ റിസർച്ചുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ വേറെ മിക്സഡ് മെത്തഡോളജിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നെ പഠിക്കാം. തൽക്കാലം നമുക്ക് ഇനി വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഇനി അടുത്ത ഒരു 25 മിനിറ്റ് കൊണ്ട് റിസർച്ച് എങ്ങനെ നമുക്ക് തുടങ്ങാമെന്നും എന്താണ് ചെയ്യുന്നതെന്നതിൽ അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്കൊന്ന് പഠിക്കാം. നമ്മുടെ റിസർച്ചിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു റിസർച്ച് പ്രോബ്ലം എടുത്തു കഴിഞ്ഞു, പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് നടത്തി, പിന്നെ അതെന്തിനാണ് നമ്മൾ റിസർച്ച് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദീകരിച്ച് സ്കോപ്പും അതിന്റെ സിഗ്നിഫിക്കൻസും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കഴിഞ്ഞു. പിന്നെ എന്തുകൊണ്ട് ഈ റിസർച്ച് എടുത്തു, ഇതിലധികം റിസർച്ച് നടന്നിട്ടില്ല ടോപ്പിക്കിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ഇനിയും റെലവൻസ് ഉണ്ട്, വളരെ പ്രസക്തമാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചു. ഇനി എന്താ അടുത്ത ചെയ്യേണ്ടത്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്നാലും റിസർച്ച് ഒക്കെ പഠിച്ചതല്ലേ നിങ്ങൾ? അപ്പൊ റിസർച്ച് തുടങ്ങാനായിട്ട് നമ്മൾ ടോപ്പിക് തീരുമാനിച്ചു. അടുത്ത എന്താ ചെയ്യുന്നത്? 2 കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യണം. അടുത്ത കാര്യം ഹൈപ്പോത്തസിസ്, റിസർച്ച് ഗ്യാപ്പ്. റിസർച്ച് ഗ്യാപ്പാണ് നേരത്തെ പറഞ്ഞത്, അതായത് ഇതിന്റെ സ്കോപ്പ് ഓഫ് റിസർച്ചിൽ റിസർച്ച് ഗ്യാപ്പ് പെട്ടുപോകും. അതായത് അധികം ആൾക്കാർ ഇത് നടത്തിയിട്ടില്ല, അതുകൊണ്ട് സ്കോപ്പ് ഉണ്ട്, ഇതിൽ ചെയ്യാൻ ഇനി സ്കോപ്പ് ഉണ്ട്. ദിയ പറഞ്ഞത് കറക്റ്റ് ആണ്. റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ആണ് അതിന്റെ അടുത്ത മെയിൻ പരിപാടി. അതായത്
നമ്മളെടുത്ത ഈ ടോപ്പിക്കിനെ കുറിച്ച് ആരൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, എവിടെയൊക്കെ റിസർച്ച് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ തപ്പി കണ്ടുപിടിച്ചൊന്ന് വായിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായോ? അതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഈ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട സ്റ്റഡീസ് എവിടെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ, പേപ്പറുകൾ പ്രസന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം തപ്പി കണ്ടുപിടിച്ച് ഇതിനെക്കുറിച്ചൊക്കെ വായിച്ച് എടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ഈ ടോപ്പിക്കിനോട് ബന്ധപ്പെട്ട വായനകൾ നടത്തുക. വായനകൾ നടത്തുമ്പോൾ അത് കുറിച്ചു വെക്കുക. ഓക്കെ, വായന നടത്തിയാൽ മാത്രം പോരാ, അത് നമ്മൾ കുറിച്ചു വെക്കണം. അങ്ങനെ കുറിച്ചു വെക്കുന്നതിനെയാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ കുറിച്ചു വെക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ ഇതിന്റെ മുമ്പത്തെ ചാപ്റ്റർ ആണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. അതായത് ഇതാണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചാപ്റ്റർ. ഇത് 2009 നടന്നൊരു സ്റ്റഡിയാണ്. അപ്പോ 2009 തന്നെ ഈ പറയുന്ന രാം ജയും കൂടെയുള്ളവർ, എറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ളവർ, ഒരാൾ മാത്രമല്ല ഒന്നിലധികം പേരുണ്ടായിരുന്നു. അപ്പോ സാം ജെയും എറ്റൽ എന്ന് പറയാൻ കൂടെയുള്ള ബാക്കിയുള്ള ആൾക്കാരും 2009 കണ്ടോ ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ട്. ആ സ്റ്റഡിയുടെ പേരാണ് പോസിറ്റീവ് ഫ്യൂച്ചർ ഓറിയന്റേഷൻ ആസ് എ മീഡിയേറ്റർ ബിറ്റ്വീൻ ട്രോമാറ്റിക് എനിക്ക് കാണാൻ പറ്റത്തില്ല. ഓക്കെ, മെന്റൽ ഹെൽത്ത് എമംഗ് ചിൽഡ്രൻ അഫക്റ്റഡ് ബൈ HIV/AIDS ഇൻ റൂറൽ ചൈന എന്നുള്ളതായിരുന്നു സ്റ്റഡിയുടെ പേര്. അപ്പൊ നോക്കിയേ എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചത്. രാം ജെ മുതലായ ആളുകളുടെ ഒന്നിലധികം പേരുണ്ടെങ്കിൽ എറ്റൽ എന്ന് ഇടാം, തുടങ്ങിയവർ എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഈ പറഞ്ഞ ആളുടെയും കൂട്ടാളികളുടെ പേര് നമ്മൾ എഴുതി, ഇയർ എഴുതി, ആ റിസർച്ചിന്റെ പേര് എഴുതി, അത് എവിടെയാണ് ആ സ്റ്റഡി നടത്തിയത്? സ്റ്റേറ്റ് കീ ലബോറട്ടറി ഓഫ് കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ് ആൻഡ് ലേണിംഗ്, ബീജിംഗ് നാഷണൽ യൂണിവേഴ്സിറ്റി, നോർമൽ യൂണിവേഴ്സിറ്റി, ചൈന. ഇവിടെ വെച്ചാണ് ആ സ്റ്റഡി നടത്തിയത്. മനസ്സിലായോ? ഇത്ര ഇൻഫോർമേഷൻസ് നമ്മൾ എഴുതി വെച്ചു. നമ്മൾ വായിച്ചൊരു സാധനത്തിനെ കുറിച്ചുള്ള ബേസിക് ഇൻഫോർമേഷൻ ആണ്. എന്താ, ആരാണ് നടത്തിയത്, ഏത് വർഷമാണ് നടത്തിയത്, ആ സ്റ്റഡിയുടെ പേരെന്താണ്, അത് എവിടെ വെച്ചാണ് നടത്തിയത്, അല്ലെങ്കിൽ എവിടെയാണ് പബ്ലിഷ് ചെയ്ത് വന്നതെന്ന് നമ്മൾ എഴുതി വെച്ചു. എന്നിട്ട് നമ്മൾ ആ സ്റ്റഡിയിൽ അവർ പറഞ്ഞേക്കുന്ന കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം നമ്മൾ എഴുതി വെച്ചേക്കുകയാണ് കേട്ടോ. ഇതിനെയാണ് നമ്മൾ പറയുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ. മറ്റൊരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ നോക്കി. ഇതിൽ എന്താണ് ഈ സ്റ്റഡി നടത്തുന്നത്? കെനിയയിൽ നടന്നൊരു സ്റ്റഡിയാണ്. ഈ സ്റ്റഡിയിൽ എന്താണ് കണ്ടുപിടിച്ചെന്നുള്ളതാണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ പറഞ്ഞേക്കുന്നത്. ഇനി അടുത്തതിൽ നോക്കിയതുപോലെ പല റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എത്രമാത്രം ഇപ്പൊ 2010 നടത്തിയ സ്റ്റഡിയാണ്. അപ്പൊ 2009 തൊട്ട് ഏറ്റവും ലേറ്റസ്റ്റ് 2010 ഈ റിസർച്ച് നടത്തിയത്, അല്ല 2011 അപ്പോ 2011 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിസർച്ചുകൾ കണ്ടോ. ആ വർഷം തന്നെ നടത്തിയ മറ്റൊരു റിസർച്ചാണ് മിറ്റ എന്ന് പറയുന്ന മറ്റു കുറച്ച് പേര് നടത്തിയ സ്റ്റഡി. അത് പോളണ്ടിൽ നടത്തിയ സ്റ്റഡിയാണ്. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു വെച്ചേക്കുന്നു. 2010 നടത്തിയ സ്റ്റഡികൾ പറഞ്ഞു വെച്ചേക്കുന്നു. ഈ റിസർച്ച് നടന്നത് 2011 അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് നിങ്ങളിപ്പോ 2024 നടന്ന റിസർച്ച് ആണെങ്കിൽ ഈ വർഷം തന്നെ കഴിയുന്നതും ഈ വർഷം തന്നെ ചെയ്തേക്കുന്ന റിസർച്ചുകളൊക്കെ ഒന്ന് വായിക്കുന്നതുകൊണ്ട് 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് നടത്തണം എന്നുള്ള കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടും. നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് കൃത്യമായിട്ട് ക്ലാരിറ്റി കിട്ടും. അപ്പൊ ഓൾറെഡി ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വഴിയെ പോകേണ്ട ആവശ്യമില്ല, പുതിയ വഴിയെ പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ റിവ്യൂ ലിറ്ററേച്ചറും കാര്യങ്ങളൊക്കെ വായിച്ചു, കാര്യങ്ങൾ മനസ്സിലാക്കി. നമ്മൾ ഒരു ഫോർമാറ്റ് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഈ APA ഫോർമാറ്റ് എന്ന് പറയുന്നത്, അതാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. അതായത് ഈ ഒരു ഫോർമാറ്റ് നമ്മൾ ആദ്യം തന്നെ അവരുടെ പേര്, വർഷം, സ്റ്റഡിയുടെ പേര്, എവിടെയാണത് പബ്ലിഷ് ചെയ്തേക്കുന്നത്, എവിടെയാണ് റിസർച്ച് നടത്തിയേക്കുന്നത്, ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇനി നമ്മൾ ഏതെങ്കിലും പബ്ലിക്കേഷൻ എടുത്തതെങ്കിൽ ആരാണ് പബ്ലിഷർ എന്ന് എഴുതി വെക്കണം, ഏതാണ് സ്ഥലം, ഇത്ര എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ ഫോർമാറ്റ് ആയി. ഇത് APA ഫോർമാറ്റ് അനുസരിച്ചാണ്, അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷൻ തന്നിട്ടുള്ള ഫോർമാറ്റ് അനുസരിച്ചുള്ള സാധനമാണ് ഇത്. അത് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് APA ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ എത്ര വേണം, ലൈൻ സ്പേസിങ് എത്ര വേണം, എത്ര മാർജിൻ വിടണം, എങ്ങനെ റെഫറൻസ് കൊടുക്കണം, ഇതെല്ലാം അതിലുണ്ടാവും. നമ്മുടെ വിക്കിപീഡിയ ഉണ്ടല്ലോ, വിക്കിപീഡിയ സത്യം എടുത്തു നോക്കിയാൽ അറിയാൻ പറ്റും. അവിടെ റെഫറൻസ് കൊടുത്തേക്കുന്ന ഈ രീതിയിൽ തന്നെയാണ് കൊടുത്തേക്കുന്നത്. APA ഫോർമാറ്റ് അനുസരിച്ചാണ് വിക്കിപീഡിയയിൽ റെഫറൻസ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവാണ് ഞാൻ എത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി ക്ലിയർ ആയോ? അത് റിവ്യൂ ലിറ്ററേച്ചറിനെ കുറിച്ച് പേടിക്കണ്ട. അടുത്ത 5 ദിവസം ഇതൊക്കെ തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പോകുന്നത്. APA ഫോർമാറ്റ് നമ്മൾ പഠിപ്പിച്ച ആൾക്കാർ വരും അല്ലേ? രാവിലെ അതിനുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ? എന്തായാലും അതെ, എന്തായാലും വരും കേട്ടോ.
ശരി, അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് തിരിച്ചു പോവാം. അപ്പൊ നമ്മള് അത്യാവശ്യം വിവരമൊക്കെ ഉണ്ടാക്കി, കാര്യങ്ങൾ മനസ്സിലായി. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? നമ്മൾ പേര് കണ്ടുപിടിച്ചു, സിഗ്നിഫിക്കൻസ്, സ്കോപ്പും ഈ റിസർച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. ഹൈപ്പോത്തസിസിലേക്കാണോ പോകേണ്ടത് നേരെ? എന്താണ് ഈ ഹൈപ്പോത്തസിസ് ദിയ? പറഞ്ഞാട്ടെ. ഹൈപ്പോത്തസിസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു സാധനമുണ്ട്. എന്തിനാ ഈ റിസർച്ച് ചെയ്യുന്നത്? റിസർച്ച് ഗ്യാപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. എന്തിനാ റിസർച്ച് ചെയ്യുന്നത്? വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്റ്റഡി? വേണ്ടേ? ഈ റിസർച്ചിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ അത് തന്നെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു നോക്കണ്ടേ? അപ്പൊ നമ്മള് ഒരു 3-4 ഒബ്ജക്റ്റീവ്സ്, നമ്മൾ എന്താണ് ഇതിന്റെ അടിയിൽ ചെയ്യാൻ പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു വെക്കണം. നമ്മുടെ റിസർച്ചിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മൾ അടുത്തായിട്ട് തീരുമാനിക്കുന്നത്. ഹൈപ്പോത്തസിസ് വേണമെന്ന് നിർബന്ധമില്ല, അത് വേണമെങ്കിൽ ചെയ്താൽ മതി. അതെന്താണെന്നുള്ളത് നമുക്ക് ഇതിന് ശേഷം പറയാം. നമ്മുടെ റിസർച്ചിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് അടുത്ത ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് നോക്കാം. 3 ചാപ്റ്ററിൽ തന്നെയാണ് നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ടൈറ്റിൽ ഓഫ് ദ പ്രോബ്ലം സ്റ്റഡി ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അടിയിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഒബ്ജക്റ്റീവ്സ്? ഇവിടെ ഈ റിസർച്ചർ 6 ഒബ്ജക്റ്റീവ്സ് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ടു അസസ് ദ സെൽഫ് എസ്റ്റീം ലെവൽ ഓഫ് HIV/AIDS ഇൻഫെക്റ്റഡ് ആൻഡ് അഫക്റ്റഡ് ചിൽഡ്രൻ. കുട്ടികളുടെ സെൽഫ് എസ്റ്റീം ലെവല് അസസ് ചെയ്യുക. ടു അണ്ടർസ്റ്റാൻഡ് ദ കോസസ് ഓഫ് ലോ സെൽഫ് എസ്റ്റീം. ലോ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ടു കമ്പയർ സെൽഫ് എസ്റ്റീം ഓഫ് HIV/AIDS ഇൻഫെക്റ്റഡ് ആൻഡ് അഫക്റ്റഡ് ചിൽഡ്രൻ. ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളും അഫക്റ്റഡ് ആയിട്ടുള്ള കുട്ടികളുടെയും സെൽഫ് എസ്റ്റീം രണ്ട് പോലെ ആയിരിക്കാം. അതിനെ കമ്പയർ ചെയ്യുക. പിന്നെ ഇനി അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവർ അങ്ങനെ അതിജീവിക്കുന്നു, അവർ എന്ത് കോപ്പിംഗ് മെക്കാനിസം ആണ് ഉപയോഗിക്കുന്നത്. അണ്ടർസ്റ്റാൻഡ് ദ കോപ്പിംഗ് മെക്കാനിസം യൂസ് ബൈ ദീസ് ചിൽഡ്രൻ ടു മെയിൻറ്റെയിൻ ദെയർ സെൽഫ് എസ്റ്റീം. അടുത്തത് ടു ഫൈൻഡ് ഔട്ട് ദെയർ അവയർനെസ് ഓൺ ദെയർ സെൽഫ് എസ്റ്റീം. അവരുടെ ആത്മബോധത്തെ കുറിച്ച്, സെൽഫ് എസ്റ്റീമിനെ കുറിച്ച് അവർക്ക് എത്രമാത്രം അവയർനെസ് ഉണ്ട്. പിന്നെ ടു സജസ്റ്റ് സൂട്ടബിൾ മെഷേഴ്സ് ടു ഇംപ്രൂവ് ദെയർ സെൽഫ് എസ്റ്റീം. അവരുടെ സെൽഫ് എസ്റ്റീം ഇംപ്രൂവ് ചെയ്യാനുള്ള മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുക. ഇത്രയും ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഒബ്ജക്റ്റീവ്സ് ഒന്നും ആവശ്യമില്ല. നമുക്കൊരു 4 ഒബ്ജക്റ്റീവോ 3-4 ഒബ്ജക്റ്റീവ്സ് സാധാരണ മതി. എന്തുകൊണ്ടെന്നറിയോ എന്ന് പറയുന്നത്? നമ്മൾ ഈ ഒബ്ജക്റ്റീവ്സിനെ വെച്ചാണ് അടുത്തതായി നമ്മൾ ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യേണ്ടത്. നിങ്ങൾ ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ChatGPT കൊടുക്കണമെങ്കിൽ തന്നെ ഈ 4 ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാൻ പറയണം. ഓക്കെ, നമുക്ക് AI ടൂളൊക്കെ ഉപയോഗിക്കാം. പിന്നെ അതങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കരുത്. അത് നിങ്ങൾ AIയുടെ സഹായം നിങ്ങൾക്ക് എടുക്കാം. ഒരു ടൂൾ ഉണ്ടാക്കാനായിട്ട്, ക്വസ്റ്റ്യനെയർ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാം. AIയോട് പറയുകയാണ് ഒരു 5 point സ്കെയിൽ എനിക്ക് ഉണ്ടാക്കി ഈ 4 ഒബ്ജക്റ്റീവിനോട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എനിക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ AI നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഉണ്ടാക്കി തരും. അതിൽ നിങ്ങൾ നിങ്ങളുടെ ബോധം വിവരമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ ക്വസ്റ്റ്യനെയർ ഭംഗിയാക്കി നിങ്ങളുടെ സ്റ്റഡിക്ക് അനുസരിച്ച് അനുയോജ്യമാക്കി മാറ്റി കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ തന്നെ വേർതി എഴുതി വെക്കരുത്. ഓക്കെ, പാളിപ്പോവും. ഇപ്പൊ ഒബ്ജക്റ്റീവിന്റെ പ്രാധാന്യം മനസ്സിലായല്ലോ. നിങ്ങൾ ഒബ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റീവിന് അനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്യാം. അതായത് നമ്മൾ എന്തായാലും സ്റ്റഡി നടത്താൻ പോവല്ലേ, വെറും കൈയോടെ എങ്ങനെ പോകുന്നത്? അതിന് നമ്മൾ അങ്ങോട്ട് ഒരു കാടടച്ചൊരു വെടി വെക്കുകയാണ്. അതാണ് ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ സ്റ്റഡി നടത്താൻ പോകുന്ന സാധനങ്ങളെ കുറിച്ച് ഒരു ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ട് വിടുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ HIV/AIDS പേഷ്യൻസിന്, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീം ആണ് എന്ന് നിങ്ങൾ ആദ്യം തന്നെ പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് അറിയാൻ പാടില്ല, കാരണം നിങ്ങൾ സ്റ്റഡി നടത്തിയിട്ടില്ല, നിങ്ങൾ ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം തന്നെ നമ്മൾ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വെക്കുകയാണ് ലോ സെൽഫ് എസ്റ്റീം ആണ്. അപ്പോ നമ്മൾ ഈ സ്റ്റഡി തുടങ്ങാനായിട്ട് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? അത്ര ഉള്ള ഈ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ലോ സെൽഫ് എസ്റ്റീം ആണ് കുട്ടികൾക്ക് ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങൾ സ്റ്റഡി നടത്തുന്നു. സ്റ്റഡി ഡേറ്റ കളക്ട് ചെയ്യുന്നു, ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അവസാനം കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഇല്ല. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് ഈ ഹൈപ്പോത്തസിസിനെ തള്ളും. അവസാനം പറയും ഹെൻസ് ദ ഹൈപ്പോത്തസിസ് ഈസ് റിജക്റ്റഡ്. ഈ ഹൈപ്പോത്തസിസ് നമ്മൾ ആദ്യം എടുത്ത പറയുന്നത് ശരിയല്ല. ഇനി സ്റ്റഡിയുടെ അവസാനം നിങ്ങൾ കണ്ടുപിടിക്കുകയാണ് കുട്ടികൾക്ക് ലോ സെൽഫ് എസ്റ്റീം ഉണ്ട്. ഹെൻസ് ദ ഹൈപ്പോത്തസിസ് ഈസ് അക്സെപ്റ്റഡ്. ഇത്ര ഉള്ളൂ ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയാൻ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ടെന്റേറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ പറയുന്ന പേരാണ് ഹൈപ്പോത്തസിസ്. കാര്യം മനസ്സിലായോ? ദിയക്ക് മനസ്സിലായോ ഹൈപ്പോത്തസിസ് എന്താണെന്ന്? ഐ തിങ്ക് യു ആർ എ റിസർച്ചർ, അറിയൂ? ഓക്കെ, ശരി. ബാക്കിയുള്ള ആൾക്കാർക്ക് മനസ്സിലായോ?
ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നു കൂടുതൽ നിങ്ങൾ പഠിക്കും കേട്ടോ. ഒരു ABCD അല്ലേ? ഓക്കെ, താങ്ക് യു. ഇനി അപ്പൊ ഹൈപ്പോത്തസിസും ഒബ്ജക്റ്റീവ്സും കാര്യങ്ങളൊക്കെ ആയി. ഇനി എന്ത് ചെയ്യണം? ഇനി നിങ്ങളുടെ റിസർച്ച് മെത്തഡോളജി എങ്ങനത്തെ മെത്തഡോളജിയാണ് നമ്മൾ കണ്ടുപിടിക്കണം. മനസ്സിലായോ? അതായത് നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവ് ഈ എന്താ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്, പലതരം റിസർച്ചുകളുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് പറഞ്ഞു പോകാന്നേ ഉള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ ഒരു സാധനത്തെ കുറിച്ച് പഠിക്കാൻ പോയി ജസ്റ്റ് ആ സാധനം എന്താണെന്നുള്ളത് കൃത്യമായിട്ട് വിവരിച്ചു വെക്കും. ഓക്കെ, ഒരു സമൂഹത്തിലെ ഒരു റിയാലിറ്റിയെ കുറിച്ച് നിങ്ങൾ പഠിച്ച് ഡേറ്റ കളക്ട് ചെയ്ത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വിവരിച്ചു വെക്കുക മാത്രമേ ചെയ്യുന്നത്. ഇതിനെ പറയുന്ന പേരാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. ബിക്കോസ് യു ആർ ഡൂയിങ് ഓൺലി എ ഡിസ്ക്രിപ്ഷൻ ഓഫ് അല്ലേ? അവിടെ നിങ്ങൾ ചെയ്യുന്നത് ഒരു ഡിസ്ക്രിപ്ഷൻ മാത്രമാണ്, വിശദീകരിക്കുന്ന മാത്രമുള്ളൂ. അതുകൊണ്ട് ഇതിനെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമുക്ക് വിളിക്കാം. പിന്നെ നിങ്ങൾ ആരും പഠിക്കാത്തൊരു കാര്യമാണ് ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതേവരെ ആരും കൈവെക്കാത്തൊരു മേഖലയിലാണ് നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അതിനെ നമുക്ക് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയാം. നിങ്ങൾ എന്താ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവരാണ് ഞാൻ എന്ന് പറയുന്ന പോലെ നിങ്ങൾ ഒറ്റയ്ക്ക് പുതിയ വഴി വെട്ടി പോവുകയാണ്. അവിടെ നിങ്ങൾക്ക് അധികം റിസർച്ച് കിട്ടുമോ? ഇല്ല, കാരണം അധികം സ്റ്റഡി ഒന്നും വന്നിട്ടില്ല. അപ്പൊ നിങ്ങളുടെ റിസർച്ച് ആയിരിക്കും ആദ്യത്തെ റിസർച്ച് ആ ടോപ്പിക്കിലുള്ളത്. അതിനാണ് എക്സ്പ്ലോറേറ്ററി റിസർച്ച് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സ്പെരിമെന്റൽ റിസർച്ച് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. അതായത് നിങ്ങൾ ഒരു ഗ്രൂപ്പിനെ എടുത്ത് 2 ഗ്രൂപ്പിനെ എടുക്കുക. എന്നിട്ട് ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി മാറ്റി കൊടുക്കുക, കുറെ വ്യത്യാസങ്ങൾ നിങ്ങൾ ഇന്റർഫിയർ ചെയ്യുക. മറ്റേ ഗ്രൂപ്പിലൊന്നും ചെയ്യാതെ അവിടെ ഒരു റെഫറൻസ് ഗ്രൂപ്പായിട്ട് വെക്കുക. എന്നിട്ട് ഈ ഗ്രൂപ്പിൽ എന്തൊക്കെ വ്യത്യാസം ആ ഗ്രൂപ്പിനോട് കമ്പയർ ചെയ്യുമ്പോൾ വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പേരാണ് എക്സ്പെരിമെന്റൽ റിസർച്ച്. പിന്നെ എക്സ് ഫാക്ടോ പോസ്റ്റ് ഫാക്ടോ റിസർച്ച് എന്ന് പറയുന്ന സാധനമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാനുള്ള റിസർച്ച്. കമ്പാരിറ്റീവ് റിസർച്ച് ഉണ്ട്. 2 സാധനങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന, അല്ലെങ്കിൽ 2 ഫിനോമിനയെ കമ്പയർ ചെയ്യുന്ന, 2 കാലഘട്ടത്തെ കമ്പയർ ചെയ്യുന്ന, 2 തലമുറയെ കമ്പയർ ചെയ്യുന്ന, 2 ഭൂവിഭാഗങ്ങളെ കമ്പയർ ചെയ്യുന്ന, 2 ജെൻഡറിനെ കമ്പയർ ചെയ്യുന്ന, എന്ത് നമുക്ക് കമ്പയർ ചെയ്യാമല്ലോ. കമ്പാരിറ്റീവ് റിസർച്ച് ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള റിസർച്ചുകളുണ്ട്. ഇതിനെ കുറിച്ചൊക്കെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ കാണാം. ഓക്കെ, അപ്പൊ അതിൽ നിങ്ങളുടെ റിസർച്ച് എങ്ങനത്തെ വേണം എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. സാധാരണഗതിയിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഒക്കെ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ് ചെയ്യുന്നത്. ബാക്കിയുള്ളതൊക്കെ ഇത്രയും ചടങ്ങ് പിടിച്ച പരിപാടി ആയതുകൊണ്ടും വലിയ വലിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസും സമയവും പിന്നെ പൈസയും ഒക്കെ വേണ്ടതുകൊണ്ടും നമ്മൾ സാധാരണ അയ്യോ പാവം ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ചെയ്ത് കഴിച്ചിലാകാറാണ് പതിവ്. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച്. അപ്പൊ ഞാൻ ഈ കാണിച്ചു തരുന്ന റിസർച്ചും ഒരു ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചാണ്. അപ്പോ ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് നമ്മൾ തീരുമാനിച്ചെങ്കിൽ അടുത്ത നമ്മൾ തീരുമാനിക്കണം ഇതൊരു സയന്റിഫിക് റിസർച്ച് ആണോ അൺസയന്റിഫിക് റിസർച്ച് ആണോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡേറ്റ കളക്ട് ചെയ്യാന്നുള്ളതാണ്, ഇൻഫർമേഷൻ കളക്ട് ചെയ്യാന്നുള്ളതാണ് റിസർച്ചിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഇപ്പോ 1000 പേര് 10,000 പേര് ഈ ഒരു ഇപ്പൊ എന്റെ ഈ പഞ്ചായത്തില് ഒരു 10,000 പേര് എന്റെ സ്റ്റഡി വിദ്യാർത്ഥികളുണ്ടെന്ന് വിചാരിക്കും. 10,000 വിദ്യാർത്ഥികളുണ്ട്. ഈ 10,000 വിദ്യാർത്ഥികളാണ് ഞാൻ റിസർച്ച് നടത്താൻ പോകുന്ന കുട്ടികൾ. ഈ 10,000 വിദ്യാർത്ഥികളുടെ അടുത്ത് പോയി ഞാൻ ഡേറ്റ കളക്ട് ചെയ്ത് ഞാനത് വെച്ച് അനലൈസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനെയാണ് സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. ആരൊക്കെ എന്റെ സ്റ്റഡിയിൽ വരുന്നുണ്ടോ അവരെല്ലാവരുടെ അടുത്ത് ഞാൻ പോകുന്നതിനെ സെൻസസ് മെത്തേഡ് എന്ന് പറയും. നമ്മൾ സെൻസസ് കേട്ടിട്ടില്ലേ? സെൻസസിൽ എന്താ ചെയ്യുന്നത്? ഈച്ച് ആൻഡ് എവറി സിറ്റിസൺ ഓഫ് ദ കൺട്രി ഈസ് എക്സാമിൻഡ് ആൻഡ് സ്റ്റഡീഡ്. അതിനെയാണ് സെൻസസ് എന്ന് പറയുന്നത്. എല്ലാവരെയും പഠിക്കുക, എല്ലാവരുടെ അടുത്ത് പോയി എല്ലാവരും കളക്ട് ചെയ്യുന്നതിനെ സെൻസസ് എന്ന് പറയും. പക്ഷേ നമ്മൾ സയന്റിഫിക് റിസർച്ചുകളിൽ പലപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് റിസർച്ചുകളിൽ പലപ്പോഴും നമുക്ക് എല്ലാവരുടെ അടുത്ത് പോകാൻ സമയമില്ല. അത് നടക്കുന്ന കാര്യമില്ല, പോസിബിളും അല്ല. എല്ലാവരും നമുക്ക് കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഗ്രൂപ്പിനെ പഠിക്കും. ഈ എല്ലാവരുടെയും ക്യാരക്ടറിസ്റ്റിക്സ് ഉൾക്കൊള്ളുന്ന ഒരു ഗ്രൂപ്പിനെ പഠിച്ചുകൊണ്ട് നമ്മൾ റിസർച്ച് നടത്തും. അതിനെ പറയുന്ന പേരാണ് സാമ്പിളിംഗ്. മനസ്സിലായോ? ഈ മൊത്തം 10,000 കുട്ടികളുടെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ഒരു 100 പേരെ അല്ലെങ്കിൽ 500 പേരെ പോട്ടെ 60 പേരെ നമ്മൾ പഠിക്കുന്നതിനെയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇപ്പൊ മനസ്സിലായോ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന്? എല്ലാവരും പഠിക്കാതെ അതിന് പകരമായി അവരുടെ സ്വഭാവ വിശേഷങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഗ്രൂപ്പിനെ പഠിക്കുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോ പലപ്പോഴും പറയുന്നത് ഈ സാമ്പിളിങ്ങിലൂടെ പഠിക്കുന്നത് എല്ലാവരും പഠിക്കുന്നതിനേക്കാളും ആക്യുറേറ്റ് ആയിരിക്കും, പറയുമ്പോൾ സയന്റിഫിക് ആയിരിക്കും എന്ന് പറയുന്നത്. നമ്മൾ ഈ എക്സിറ്റ് പോൾ നടത്തുമല്ലോ, നമ്മൾ എല്ലാവരുടെ അടുത്തൊന്നും ചോദിക്കാറുണ്ടോ? ഇല്ലല്ലോ. കുറച്ച് പേരുടെ അടുത്ത് മാത്രമല്ലേ വോട്ട് ചെയ്തിട്ട് വരുന്ന ആൾക്കാരോട് മാത്രമല്ലേ ചോദിക്കും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് ചോദിക്കുള്ളൂ. അപ്പോ എക്സിറ്റ് പോൾ ഫലങ്ങൾ പലപ്പോഴും കറക്റ്റ് ആവാറുണ്ട്.
പക്ഷെ അവരെല്ലാവരുടെ പോകുന്നില്ല, സാമ്പിൾ ചെയ്താണ് ചോദിക്കുന്നത്. അപ്പൊ സാമ്പിളിംഗ് വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസ്ക്രിപ്റ്റീവ് റിസൾട്ട്സിൽ. ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട്സിൽ വളരെ പ്രധാനപ്പെട്ടതാണ് സാമ്പിളിംഗ്. ഇനി നമ്മുടെ സ്റ്റഡി സയന്റിഫിക് ആണോ അൺസയന്റിഫിക് ആണോ എന്നാണ് അടുത്ത് തീരുമാനിക്കുന്നത്. സാമ്പിൾ എടുക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് സാമ്പിൾ എടുക്കാം, അശാസ്ത്രീയമായിട്ട് സാമ്പിൾ എടുക്കാം. ചിലപ്പോൾ നമുക്ക് അശാസ്ത്രീയമായിട്ട് ചെയ്യേണ്ടി വരും. ചില സമയത്ത് നമുക്ക് ശാസ്ത്രീയമായിട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അശാസ്ത്രീയമായിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. എന്താണ് ഈ ശാസ്ത്രീയത, എന്താണ് ഈ സയന്റിഫിക് സാമ്പിളിംഗും അൺസയന്റിഫിക് സാമ്പിളിംഗും തമ്മിൽ വ്യത്യാസം? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ 10,000 പേരുണ്ട് എന്റെ സ്റ്റഡിയിൽ അണ്ടറിൽ വരാൻ ചാൻസ് ഉള്ള ആൾക്കാർ. ഈ 10,000 പേർക്കും എന്റെ സാമ്പിൾ ആണുള്ള ഈക്വൽ ചാൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് സയന്റിഫിക് സാമ്പിൾ. അതായത് ഈ 10,000-ൽ ആര് വേണമെങ്കിലും സാമ്പിൾ ആകാമായിരുന്നു. വളരെ യാദൃശ്യമായിട്ട് കുറച്ച് പേരെ അവിടുന്ന് എടുത്താണ്. അതായത് ഈ 10,000 പേരുടെ പേര് ഞാൻ എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് ലോട്ട് എടുത്ത് ഒരു 100 പേരെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10,000 പേർക്കും എന്റെ സ്റ്റഡിയുടെ ഭാഗമായിട്ട് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് സയന്റിഫിക് സാമ്പിളിംഗ് ആണ്. അതിനെയാണ് നമ്മൾ പറയുന്നത് സയന്റിഫിക് സാമ്പിളിംഗ്. ഇനി അതിന് പകരമായിട്ട് എനിക്ക് 100 സാമ്പിളാണ് വേണ്ടത്. ഞാൻ എന്ത് ചെയ്തു? ഞാൻ വഴിയിലേക്ക് ഇറങ്ങി. ആദ്യം കാണുന്ന 100 വിദ്യാർത്ഥികളോട് ക്വസ്റ്റ്യനർ ഉപയോഗിച്ച് ചോദ്യം ചോദിച്ച് എന്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള 9,900 വിദ്യാർത്ഥികൾക്കും എന്റെ സ്റ്റഡിയിൽ ഭാഗമാക്കാനുള്ള അവസരം കിട്ടിയില്ല. അപ്പൊ അതിന് നമ്മൾ പറയുന്ന പേരാണ് അൺസയന്റിഫിക് സാമ്പിളിംഗ്. ചിലപ്പോഴൊക്കെ നമ്മൾ സയന്റിഫിക് സാമ്പിളിംഗ്, ഇനി സയന്റിഫിക് സാമ്പിളിംഗിന് പല മെത്തേഡുകളുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ സാധനമാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്ന മെത്തേഡ്. ലോട്ടറി മെത്തേഡൊക്കെ അതിൽ വരും. നമ്മൾ സിമ്പിൾ ആയിട്ട് എല്ലാവരും പേര് എഴുതിയിട്ടിട്ട് അതിൽ നിന്ന് സിമ്പിൾ ആയിട്ട് ഒരു 100 പേരെ സെലക്ട് ചെയ്യും. അങ്ങനെയാണ് സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമുക്ക് സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് ചെയ്യേണ്ടി വരും. അതായത് നമ്മള് ഈ മൊത്തം 10,000 പേരെ ആൺകുട്ടികളും പെൺകുട്ടികളും തിരിച്ചു, ആൺകുട്ടികളുടെ 50-ഉം പെൺകുട്ടികളുടെ 50-ഉം എന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെ സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ക്വാട്ട സാമ്പിളിംഗ് ഉണ്ട്. എന്താ, മുസ്ലിങ്ങൾ നമ്മൾ 30 എണ്ണം, ഹിന്ദുക്കൾ 30 എണ്ണം, അല്ലെങ്കിൽ വേണ്ട, ഹിന്ദുക്കളും ജനസംഖ്യയുടെ 60% ഉണ്ട്, അതുകൊണ്ട് 60 എണ്ണം ഹിന്ദുക്കള്, മുസ്ലിങ്ങൾ ഒരു 30 എണ്ണം ഉണ്ട്, അതിന് 30 എണ്ണം ഹിന്ദുക്കള്, ഒരു ബാക്കി 10% ക്രിസ്ത്യൻസ് ഉണ്ട്, അതുകൊണ്ട് 10 എണ്ണം ക്രിസ്ത്യൻസ്. അതിന് ക്വാട്ട നമുക്ക് വേണ്ടി കൊടുത്തിട്ട് അതിൽ നിന്ന് പിന്നെ സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ഉപയോഗിച്ച് സാമ്പിൾ എടുക്കാം. അപ്പൊ അതിനെ നമ്മൾ ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയും. അപ്പോ പിന്നെ നമുക്ക് ന്യൂമറിക്കൽ സ്ട്രാറ്റിഫിക്കേഷൻ നടത്താം. അതായത് എല്ലാവരുടെയും പേര് 10,000 പേരുടെ പേര് എഴുതിയിട്ട് ഓരോ 100ാമത് നമ്പറിൽ വരുന്ന ആളെ അത് 1-നെ നമ്മൾ എടുത്തു, 100-നെ എടുത്തു, പിന്നെ 200-നെ എടുത്തു. ആ നമ്പറിൽ വരുന്ന ആൾക്കാരെ ആരാണോ വരുന്നത് അവരെടുക്കുക. അത് ഒരു നേരം സയന്റിഫിക് സാമ്പിളായിട്ട് നമുക്ക് കൂട്ടാം. ഓക്കെ, ഇതൊക്കെ സയന്റിഫിക് ആണെങ്കിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആദ്യം കാണുന്ന ആൾക്കാരെ എടുക്കുന്നതിന് പറയുന്ന പേരാണ് കൺവീനിയൻസ് സാമ്പിളിംഗ്. നമ്മൾ സൗകര്യത്തിന് എടുക്കുന്ന സാമ്പിളിംഗ്. അത് ഒട്ടും സയന്റിഫിക് അല്ല. കൺവീനിയൻസ് സാമ്പിളിംഗ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റഡിക്ക് ഒരു റിസൾട്ടും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ ഈ അൺസയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ് ഉപയോഗിക്കേണ്ടി വരും. ഉദാഹരണമായിട്ട് സ്നോബോൾ സാമ്പിളിംഗ് എന്നൊരു സാധനമുണ്ട്. നിങ്ങൾ HIV AIDS പേഷ്യന്റ് ആയിട്ടുള്ള സ്വവർഗാനുരാഗികളെയാണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. എനിക്ക് സാധനം കിട്ടണ്ടേ, ഇവർ എവിടേക്കാണെന്ന് അറിയണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾ ഒരു സ്വവർഗാനുരാഗിയെ നിങ്ങൾ കണ്ടുപിടിച്ചു, അയാളുടെ അടുത്ത് നിങ്ങൾ സ്റ്റഡി നടത്തി ഡേറ്റ എടുത്തു. പിന്നെ അയാളോട് ചോദിക്കേണ്ടി വരും, എടോ വേറെ ആൾക്കാരാണ് പരിചയത്തിലുണ്ടെങ്കിൽ പറഞ്ഞു കാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേരാണ് സ്നോബോൾ സാമ്പിളിംഗ്. നമ്മൾ ഈ ചെറിയൊരു മഞ്ഞാട്ട് ഉരുട്ടിവിട്ട് അതിങ്ങനെ വലുതായി വലിയ മഞ്ഞുകെട്ടായിട്ട് മാറുന്നത് പോലെയാണ് ഈ സ്നോബോൾ സാമ്പിളിംഗ്. ഒരാളെ കണ്ടു, അയാളുടെ കണക്ഷൻ വെച്ചിട്ട് അടുത്ത ആളുടെ അടുത്തേക്ക് പോയി, അയാളുടെ കണക്ഷൻ എടുത്തിട്ട് 2-3 ആൾക്കാരുടെ അടുത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അത് സയന്റിഫിക് അല്ല, എല്ലാത്തിനും ചാൻസ് കിട്ടും. പക്ഷെ നമുക്ക് വേറെ വഴിയില്ല, നമുക്ക് ആൾക്കാരെ കണ്ടുപിടിക്കാനായിട്ട് വേറെ വഴിയില്ലാത്ത നമുക്ക് ഈ സ്നോബോൾ സാമ്പിളിംഗ് ഉപയോഗിക്കാം. ഇതിനെയാണ് സ്നോബോൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ അൺസയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡുകളാണ്. പക്ഷെ ചില സമയത്ത് ഇത് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഉപയോഗിക്കാം. ഓക്കെ, നമ്മുടെ റിസൾട്ടിലേക്ക് നമുക്ക് തിരിച്ചു പോവാം. ടൂൾസ് ഓഫ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്തുപയോഗിച്ചാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത് അതിനെയാണ് ടൂൾസ് ഓഫ് ഡേറ്റ കളക്ഷൻ എന്ന് പറയുന്നത്. ഇതിലെ ഇന്റർവ്യൂ ഷെഡ്യൂളാണ് ഉപയോഗിച്ചത്. ചില സമയത്ത് ക്വസ്റ്റ്യൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്, ചിലതിൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ചിരിക്കുന്നു. വ്യത്യാസം എന്താ? നിങ്ങൾ ഒരാളുടെ അടുത്ത് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് കൊടുത്ത് അയാളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ. ഇത് തന്നെ നിങ്ങളുടെ കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ ചോദ്യം ചോദിച്ച് നിങ്ങൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂ ഷെഡ്യൂൾ. ഇത്ര വ്യത്യാസമുണ്ട്. ഓക്കെ, ഇപ്പൊ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും ഉണ്ട്. എന്താ ഈ പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റയും തമ്മിൽ വ്യത്യാസം?
നിങ്ങൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ പ്രൈമറി ഡേറ്റ എന്ന് പറയുന്നു. എല്ലാവരും റിസർച്ച് നടത്തി ഉണ്ടാക്കി വെച്ചേക്കുന്ന ഡേറ്റ നിങ്ങൾ റെഫർ ചെയ്തെടുക്കുന്നതിനെ, പുസ്തകങ്ങളിൽ നിന്നോ ജേർണലുകളിൽ നിന്നൊക്കെ റെഫർ ചെയ്തെടുക്കുന്നതിനെ സെക്കൻഡറി ഡേറ്റ എന്ന് വിളിക്കുന്നു. ആ ബുക്കിൽ നിന്നോ ആർട്ടിക്കിളിൽ നിന്നോ ഇന്റർനെറ്റിൽ നിന്നൊക്കെ എടുക്കുന്നത് സെക്കൻഡറി ഡേറ്റയാണ്. നിങ്ങൾ കളക്ട് ചെയ്യുന്നത് പ്രൈമറി ഡേറ്റയാണ്. എന്നിട്ട് അപ്പൊ ഈ ഇന്റർവ്യൂ ഷെഡ്യൂൾ ആണ് ഇത്. നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു പ്രീ ടെസ്റ്റ് ആണ്. എന്താ ഈ പ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രീ ടെസ്റ്റ് നടത്തുന്നതിന് കൂടുതൽ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് പൈലറ്റ് സ്റ്റഡി എന്ന് പറയുന്ന കാര്യമുണ്ട്. നിങ്ങൾ ആദ്യം ഈ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നത്, നിങ്ങൾ ആരെയാണോ സ്റ്റഡി ചെയ്യാൻ പോകുന്നത് അവരുടെ അടുത്ത് പോയിരുന്ന് കമ്പനി അടിച്ച്, ചേട്ടാ സുഖമല്ലേ, ഞാൻ അടുത്ത ആഴ്ച വരും കേട്ടോ റിസർച്ച് നടത്താനായിട്ട്, ഇവിടെ ആരൊക്കെ ഉണ്ട്, എപ്പോഴൊക്കെ നിങ്ങൾ അവൈലബിൾ ആകുന്നത് എന്നൊക്കെ ആൾക്കാരുടെ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നതൊക്കെ ഈ പൈലറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് വരും. അപ്പൊ പൈലറ്റ് സ്റ്റഡി നടത്തുമ്പോൾ നമുക്ക് ഈ പ്രീ ടെസ്റ്റ് നടത്താം. നമ്മൾ നടത്തിയ കാര്യം ഒരു 5-6 പേരുടെ അടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ക്വസ്റ്റനെയറോ ഇന്റർവ്യൂ ഷെഡ്യൂളൊക്കെ കുറച്ച് പേരുടെ അടുത്ത് കൊണ്ടുപോയി പരീക്ഷിക്കുന്നതിനെയാണ് ഈ പ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രീ ടെസ്റ്റ് നടത്തിയ ഡീറ്റെയിൽസും ഇവിടെ റിസർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ റെസ്പോണ്ടൻസിനെ എടുത്തിട്ട് ഈ ഡേറ്റ കളക്ട് ചെയ്ത് പ്രീ ടെസ്റ്റ് നടത്തി. ഓക്കെ, പിന്നെയാണ് സാമ്പിളിംഗ് പ്രൊസീജിയർ. അപ്പോൾ സാമ്പിളിംഗ് എടുക്കാനായിട്ട് മൊത്തം എത്ര സാമ്പിൾസ് എടുക്കുമെന്ന് റിസർച്ച് തീരുമാനിച്ചിട്ടുണ്ട്. 60 സാമ്പിളുകളാണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ റിസർച്ചറുടെ യൂണിവേഴ്സ് എവിടെ നിന്നാണ് സാമ്പിൾസ് എടുക്കാൻ പോകുന്നത്? റിസർച്ചർ ഇപ്പോൾ പറയുന്നു, കോയമ്പത്തൂരിലുള്ള ഈ കുട്ടികളെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന കുറച്ച് സെന്റേഴ്സ് ഉണ്ട്. അസീസി സ്നേഹാലയ, നസ്രത്ത് ഹോം, സ്നേഹം ചാരിറ്റബിൾ ട്രസ്റ്റ് മുതലായ സ്ഥലങ്ങളിൽ പോയാണ് ഡേറ്റ എടുക്കാൻ പോകുന്നത്. അപ്പൊ യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഈ 3 റീഹാബിലിറ്റേഷൻ സെന്ററുകളാണെന്ന്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണോ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, യൂണിവേഴ്സ് ഓഫ് സ്റ്റഡി നമ്മൾ പോപ്പുലേഷൻ എന്നും പറയാറുണ്ട് കേട്ടോ. മൊത്തം നമ്മുടെ സ്റ്റഡിയുടെ അണ്ടറിൽ വരാനായിട്ട് ആർക്കൊക്കെ ചാൻസ് ഉണ്ടോ അവരെയാണ് മൊത്തത്തിൽ നമ്മൾ യൂണിവേഴ്സ് അഥവാ പോപ്പുലേഷൻ എന്ന് പറയും. ഈ ആൾക്കാരെ എങ്ങനെയാണ് ഞാൻ എന്റെ സ്റ്റഡിയിൽ ഇൻക്ലൂഡ് ചെയ്തതെന്നുള്ള ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ ഉണ്ട്. എന്താ, കുട്ടികളുടെ മാത്രമേ സ്റ്റഡി എടുത്തിട്ടുള്ളൂ, ഈ കുട്ടികളുടെയൊക്കെ പ്രായം 14-18 വയസ്സ് ഇടയിലുള്ള ആൾക്കാരെ മാത്രമേ എടുത്തിട്ടുള്ളൂ, HIV AIDS അഫക്റ്റഡോ ഇൻഫെക്റ്റഡോ ആയിട്ടുള്ള കുട്ടികളെ മാത്രമേ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ, അവർ കോയമ്പത്തൂർ ജില്ലയിൽ താമസിക്കുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇതാണ് ഇൻക്ലൂഷൻ ക്രൈറ്റീരിയ. അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. എക്സ്ക്ലൂഷൻ ക്രൈറ്റീരിയ, ആരെയാണ് നമ്മൾ ഒഴിവാക്കിയിരിക്കുന്നത്? 14 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അവർക്ക് കൃത്യമായിട്ട് ടോപ്പിക്കിനെ കുറിച്ച് ഇൻഫോർമേഷൻ തരാനുള്ള കഴിവില്ല, കുട്ടികളല്ലേ. പിന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് കൺസേൺസ് ഉള്ള, മറുപടി പറയാൻ പറ്റാത്ത തരം സിവിയർ ആയിട്ടുള്ള ഹെൽത്ത് കൺസേൺസ് ഉള്ള രോഗമുള്ള കുട്ടികളെ ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ പറയുന്നത് സോഴ്സ് ഓഫ് ഡേറ്റ, പ്രൈമറി ഡേറ്റയും സെക്കൻഡറി ഡേറ്റ എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. നേരിട്ട് കളക്ട് ചെയ്ത് പ്രൈമറി ഡേറ്റ ഇന്റർവ്യൂ ഷെഡ്യൂൾ ഉപയോഗിച്ചിരിക്കുന്നു. സെക്കൻഡറി ഡേറ്റ നമ്മൾ മറ്റൊരു സ്ഥലത്ത് നിന്ന് എടുത്തേക്കുന്നത്. പിന്നെ ഡേറ്റ കളക്ഷനെ കുറിച്ച് പറഞ്ഞു വെച്ചേക്കുന്നു. എന്താ, ഇന്റർവ്യൂ ഷെഡ്യൂൾ വാസ് യൂസ്ഡ് ടു മെയിൻ ടൂൾ ഓഫ് ഡേറ്റ കളക്ടിംഗ് ഡേറ്റ. ഷെഡ്യൂളില് പ്രിപ്പയർ ചെയ്തേക്കുന്നത് ഒബ്ജക്റ്റീവ്സ് അനുസരിച്ച്, ഞാനത്തെ പറഞ്ഞല്ലോ ഒബ്ജക്റ്റീവ് അനുസരിച്ചാണ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ ഓപ്പൺ എൻഡഡ് ക്ലോസ് എൻഡഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് പറഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ ഒരു പൈലറ്റ് സ്റ്റഡി പ്രിലിമിനറി വിസിറ്റ് ചെയ്തതിന് ശേഷമാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത്. പിന്നെ കുറച്ചുപേരോട് ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ തയ്യാറാക്കിയത്, ഇന്റർവ്യൂ ഷെഡ്യൂൾ തയ്യാറാക്കിയത്. ഒരു പ്രീ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു വെച്ചേക്കുന്നു. പിന്നെ ഡേറ്റ കളക്ഷൻ, ഡേറ്റ പ്രോസസ്സിംഗ്, അനാലിസിസ്. ഡേറ്റ പ്രോസസ് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്തിട്ടുണ്ട്, അത് കോഡ് ചെയ്തിട്ടുണ്ട്, മാസ്റ്റർ ചാർട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ടാബ്ലേറ്റ് ചെയ്ത് ടേബിൾ ആക്കിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ പറയുന്നു. പിന്നെ ഇതിന്റെ സ്റ്റഡിയുടെ ലിമിറ്റേഷൻസും ഇവിടെ പറയുന്നു. ടൈം കൺസ്യൂമിങ് ആയിരുന്നു, സമയം കിട്ടിയില്ല, കുട്ടികളെ കിട്ടിയില്ല എന്നുള്ള കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇത്ര ആയി കഴിയുമ്പോൾ നമ്മുടെ തേർഡ് ചാപ്റ്റർ, പിന്നെ ഓരോ ചാപ്റ്ററിലും എന്താണ്, ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻട്രൊഡക്ഷനും, സെക്കൻഡ് ചാപ്റ്ററിൽ റിവ്യൂ ലിറ്ററേച്ചറും, തേർഡ് ചാപ്റ്റർ റിസർച്ച് മെത്തഡോളജി, ഫോർത്ത് ചാപ്റ്ററിൽ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷനും, ഫിഫ്ത്ത് ചാപ്റ്ററിൽ കൺക്ലൂഷനും ഫൈൻഡിങ്സും സജഷനും കൺക്ലൂഷനും റെക്കമെൻഡേഷനും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു വെച്ചേക്കും. ഇപ്പൊ നിങ്ങൾക്ക് റിസർച്ചിന് ഒരു ബ്ലൂ പ്രിന്റ് കിട്ടിയോ? ഈ റിസർച്ച് എന്ത് അങ്ങാടി മരുന്നാണോ പച്ച മരുന്നാണോ എന്ന് ഇപ്പൊ മനസ്സിലായോ? ഇതാണ് റിസർച്ചിന്റെ ABCD എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നിന്നായിരിക്കും നമ്മൾ കൂടുതലായിട്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകും. ഓക്കെ, അപ്പൊ അതിൽ സാമ്പിളിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കുന്നു,
ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സാമ്പിളിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കേണ്ടി വരും. പിന്നെ ടൂൾസ് ഓഫ് ഡാറ്റ കളക്ഷനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട്സിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കും. ടൈപ്സ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കൂടുതൽ പഠിക്കും. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കും. ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയറുകളെ കുറിച്ച് പഠിക്കും. എവിടെ നിന്ന് ഡേറ്റ എടുക്കണമെന്ന് പഠിക്കും. ഇതെല്ലാം പല സെഷനിലൂടെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമുക്ക് ആ സംശയം ക്ലാരിഫൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങൾക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവണം. ആ സംശയങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ ചോദിക്കണം. സെബി ജോണി പറയൂ. സംശയം ഉണ്ടെന്നല്ലേ പറഞ്ഞേ? സെബി പറയൂ. സർ, സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡിയും സ്കോപ്പ് ഓഫ് സ്റ്റഡിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? സിഗ്നിഫിക്കൻസ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് റിസർച്ച് ചെയ്യാൻ പോകുന്നത്? എന്താണ് ഇതിന്റെ ഒരു സാങ്കത്യം, എന്താണ് ഇതിന്റെ പ്രസക്തി? സ്കോപ്പ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നടത്തുന്ന റിസർച്ച് കൊണ്ട് എന്ത് ഗുണമാണ് സമൂഹത്തിന് ഉണ്ടാകാൻ പോകുന്നത്, ഇത് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ ഫൈൻഡിങ്സ്. മനസ്സിലായോ സെബി? ഓക്കെ സർ. ഓക്കെ, എന്താണ് വ്യത്യാസം? രണ്ടും ഈ സ്കോപ്പ് ഓഫ് സ്റ്റഡിയും സിഗ്നിഫിക്കൻസ് സ്റ്റഡിയൊക്കെ എഴുതിയിട്ട് അതിന്റെ അടിയിൽ തന്നെ രണ്ടും എഴുതി കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, രണ്ടായിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടി ക്ലാരിറ്റി. ഇന്റർചേഞ്ചബിൾ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ടേം, എന്നാലും വ്യത്യാസം ഇതാണ്. സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിന് ഈ റിസർച്ച് നടത്താൻ പോകുന്നു, സ്കോപ്പ് ഈ റിസർച്ചിന്റെ ഫൈൻഡിങ്സ് എവിടെയൊക്കെ നിങ്ങൾക്ക് സ്കോപ്പ് ഉണ്ട്, ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇനി എന്താ ഡൗട്ട് ഉള്ളത്? ക്ലിയർ ആണോ? എല്ലാം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ? ശരി, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ടു യു രന്തീസ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു സാർ. നമ്മുടെ സാറിന്റെ ക്ലാസ് എങ്ങനെയായിരുന്നു? സിബിൻ സാറിന്റെ ആരെങ്കിലും രണ്ടുപേരും ഒന്ന് ഫീഡ്ബാക്ക് പറയാമോ? നല്ല വാക്കോ മോശം വാക്കോ ഒക്കെ പറഞ്ഞാൽ സന്തോഷം.